എല്ലാവരും ജോയിൻ ചെയ്തോ? ഓക്കെ, എല്ലാവർക്കും വിങ്സ് നഴ്സിംഗ് അക്കാദമിയുടെ രണ്ടാമത്തെ ട്രയൽ ക്ലാസ് ആണെന്ന്. ഫ്രീ ആയിട്ടുള്ള ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന പോസ്റ്റിലേക്കുള്ള എക്സാം എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ടുള്ള കോച്ചിങ് വിങ്സ് നഴ്സിംഗ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 16 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നലെയും ഇന്നുമായിട്ടുള്ള ട്രയൽ റൺ ക്ലാസ്സുകളാണ് നിങ്ങൾ കേട്ടത്. ഇന്നലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ട്രയൽ ക്ലാസ് എന്ന നിലയ്ക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ഒരു ടോപ്പിക് ആണെന്ന്. ചെറിയ ടോപ്പിക്, ഒരു 1 hour ടോപ്പിക് ആണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഏകദേശം ഒരു 18 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. പറയുന്നത് കേൾക്കുന്നുണ്ട്, ഓഡിയോ ഓക്കെ ആണ്. എന്റെ സ്ലൈഡ്സ് കേൾക്കുന്നുണ്ട്. ഓക്കെ, സ്ലൈഡ്സ് കാണാമല്ലോ. ഞാൻ ഒരു ടൈറ്റിൽ സ്ലൈഡ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് വിസിബിൾ ആണല്ലോ അല്ലെ? അതെ, ഓക്കെ. വിസിബിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഈ ജോയിൻ ചെയ്തവരില് എത്ര പേര് കറന്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലുണ്ട് എന്ന് അറിയാൻ പറ്റുമോ? ഒരു ഓവറോൾ. അതോ എല്ലാവരും പ്രൈവറ്റിലായിട്ട് വർക്ക് ചെയ്യുന്നവരാണോ? അതോ പ്രൈവറ്റ് ടീച്ചിങ് സൈഡിലാണോ? അതോ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ്. ഓക്കെ. ആരെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എയിംസ്, ജിപ്മർ, നിമാൻസ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? PGI ചണ്ഡീഗഡ് ആണ്. TMC ടാറ്റ മെമ്മോറിയൽ സെന്റർ ചണ്ഡീഗഡ്. ടാറ്റ മെമ്മോറിയൽ. ഓക്കെ. മൊഹാലി. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും നഴ്സിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഉള്ളിന്റെ ഉള്ളിൽ നഴ്സിനേക്കാൾ ബെറ്റർ ഒരു നഴ്സിംഗ് ടീച്ചർ അല്ലേ എന്നൊരു ആഗ്രഹം എന്തായാലും കാണും ആരുടെയെങ്കിലും. ഇപ്പൊ ബേസിക്കലി GNM പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു ടീച്ചർ ആയാൽ കൊള്ളായിരിക്കുമല്ലോ, അതാകുമ്പോൾ നൈറ്റിന് പോകണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ ഒരു നഴ്സിംഗ് ഫാക്കൽറ്റി ആവുമ്പോൾ അതിൻ്റെതായ പെർക്സ് കുറേ ഉണ്ട്. ഒരു ഫാക്കൽറ്റി ആണ്, പ്ലസ് ഗസറ്റഡ് പോസ്റ്റ് ആണ്, പിന്നെ അത്യാവശ്യം ലീവുകൾ ഉണ്ടാവും, അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവും നഴ്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നന്നായി പഠിക്കുക, നന്നായിട്ട് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക, പിന്നെ മാക്സിമം എഫേർട്ട് നമ്മളെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ആ ഒരു എഫേർട്ടൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തോ അതോ ചെയ്യാനിരിക്കുന്നവരാണോ? എപ്പോഴും സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എപ്പോഴും നിങ്ങളെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ചിലർ ചിന്തിക്കും ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ, എന്തിനാണ് NOC എന്നൊക്കെ. പക്ഷേ ഇൻ കേസ് നിങ്ങളെ PSC പ്രൊഫൈലിൽ നിങ്ങൾ ഒരു ജോലി എംപ്ലോയിഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്തായാലും NOC പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. വിത്തൗട്ട് NOC അത് അവിടെ നിന്ന് റിജക്ട് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അപേക്ഷിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് NOC ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളത് ഓർക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക് മെഡിക്കൽ സർജിക്കല്. ഇപ്പൊ മെഡിക്കൽ സർജിക്കൽ 40 to 45% അല്ലെ 45 മാർക്സ് അസിസ്റ്റന്റ് പ്രൊഫസറൽ എക്സാമിൽ എന്തായാലും മെഡിക്കൽ സർജിക്കൽ ഉണ്ടാവും. അപ്പൊ മെഡിക്കൽ സർജിക്കൽ സ്പെഷ്യാലിറ്റി വൈസ് ആണെങ്കിൽ MSc കൂടി തന്നെ ഒരു PSC നഴ്സിംഗിലെ സിലബസിലുള്ള കംപ്ലീറ്റ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എങ്കിലും നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഒരു നെക്സ്റ്റ് ഒരു 1 hour നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏതാണോ എവിടെയാണോ എന്താണ് അറിയാത്തത് മനസ്സിലാകാത്തതെന്നുള്ള ഞങ്ങൾ ചോദിക്കാം. കേട്ടല്ലോ? അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാം. എനിക്ക് തോന്നുന്നു കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ എന്നിരുന്നാലും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു മേജർ ടോപ്പിക് പറയാം, പെയിൻ. അപ്പൊ പെയിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? എന്താണ് പെയിൻ? അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഓക്കെ. According to the International Association for the Study of Pain, pain is best defined as physical sensation caused only by tissue injury and unpleasant sensory experience due to nerve damage and
And C option, an unpleasant sensory and emotional experience associated with actual or potential damage. And D, a subjective feeling resulting from inflammation. ഈ ചോദ്യത്തിന് എന്താണ് പെയിൻ എന്ന് ഡെഫിനിഷൻ, പെയിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എപ്പോഴും പെയിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. കറക്റ്റ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു അൺപ്ലസന്റ് സെൻസറി ആണ്, അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്, ആസ് വെൽ ആസ് എന്താ പറയുന്നത് അത് ഒരു ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ഡാമേജ്, ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുന്ന ഒരു സെൻസേഷൻ ആണ്. അപ്പം അതാണ് അതിന്റെ ഉത്തരം. കറക്റ്റ് ആൻസർ ഈസ് സി. ഓക്കെ, അപ്പൊ ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവാം, ഇല്ലാതെയും നമുക്ക് പെയിൻ എന്ന് പെർസീവ് ചെയ്യപ്പെടും. അപ്പം ഈ നോസിസെപ്ഷൻ എന്ന് പറയുന്ന വേർഡ് കിട്ടുന്നു. നോസിസെപ്ഷൻ, നോസിസെപ്ഷൻ. ഇപ്പൊ ഈ വേദന അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാൻ ചില കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ? ആ പെയിൻ അല്ലെങ്കിൽ സാധാരണ എന്താ പെയിൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ സാധനങ്ങളെ അല്ലെങ്കിൽ ആ ഡാമേജ് അത് എന്താ, ആ സാധനങ്ങൾ എന്ത് ചെയ്യും? നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നെർവ് അത് ഇമ്പൾസിനെ ക്യാരി ചെയ്തിട്ട് ബ്രെയിനിൽ എത്തിച്ചിട്ട് പെയിനെ പെർസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ വേദന അനുഭവപ്പെടുന്നത്. ആ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ നോസിസെപ്ഷനെ ആരാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് നോസിസെപ്റ്റർ ആണ്. നമ്മളെ ചെറിയ റിസെപ്റ്റേഴ്സ് ആണ് എന്ത് പറയുന്നത്? നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവാന്നുള്ളതാണ് നമ്മൾ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഇതൊരു റീസൺ ആയിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, ഒരു റീസൺ തരും, അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇത് PGI ചണ്ഡീഗഡിലെ എക്സാമിന് ഒരു തവണ ചോദിച്ചൊരു മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. അപ്പൊ ഒരു അസേഷൻ തരും. അസേഷൻ എന്താണ് ഇവിടെ? പെയിൻ ക്യാൻ എക്സിസ്റ്റ് even without actual tissue, and the reason is saying that pain is an unpleasant sensory and emotional experience described in terms of tissue damage. Options എന്താ കൊടുത്തിരിക്കുന്നത്? both A and R are true and R explains A. Okay, both A and R are true but R does not explain A. C is A is true but R is false. D, A is false but R is true. ഇതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാണ്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇവിടെയുള്ള റിലേഷൻ? രണ്ട് അസേഷനും റീസണും ശരിയാണോ? ശരിയാണ് അല്ലെ? ഓപ്ഷൻ ബി ആണോ? ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ, അതായത് ആർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ റീസൺ ഇതിനെ വാലിഡ് ചെയ്യുന്നതല്ലേ? പെയിൻ ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിത്തൗട്ട് ആക്ച്വൽ ടിഷ്യൂ ഡാമേജ്, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ റീസൺ എന്താണ്? ഇത് ആക്ച്വലി കറക്റ്റ് ആൻസർ ഈസ് ഇതാണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ഒരു ആക്ച്വൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡാമേജ് വേണമെന്നില്ല എന്തുണ്ടാവാൻ? പെയിൻ ഉണ്ടാവാം. ഓക്കെ, അപ്പം ബോത്ത് ആർ ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. പക്ഷെ ആറില് ഇത് പറയുന്നില്ലല്ലോ, എന്താ പൊട്ടൻഷ്യൽ ഡാമേജിനെ പറ്റി പറയുന്നില്ലല്ലോ. ഇവിടെ ഇൻ ടേംസ് ഓഫ് ടിഷ്യൂ ഡാമേജ് പറയുന്നില്ലേ? ടിഷ്യൂ ഡാമേജിനെ പറ്റി പറയുന്നുണ്ട്, അൺപ്ലസന്റ് സെൻസറി എക്സ്പീരിയൻസിനെ പറയുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും പെയിൻ ക്യാൻ ഈവൻ എക്സിസ്റ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി തന്നെ അതില്ലാതെയും പെയിൻ പെർസീവ് ചെയ്യാന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞ് അതിന്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് നോസിസെപ്ഷൻ എന്ന്. അതായത് വേദന തിരിച്ചറിയപ്പെടുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കാൻ സാധനങ്ങളെ നെർവ് തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അത് ഏത് ലെവലിലാണ് ഒക്കർ ചെയ്യുന്നത് വെച്ചാൽ അത് നെർവ് റിസെപ്റ്റർ ലെവലാണ്. ഏതാണ് ആ റിസെപ്റ്റർ? ആ റിസെപ്റ്റർ ആണ് നോസിസെപ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് വേറെയും കുറെ റിസെപ്റ്റേഴ്സ് അറിയാം. കീമോ റിസെപ്റ്റേഴ്സ് അറിയാം, കെമിക്കൽ ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും കെമിക്കൽ മീഡിയേറ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് കീമോ റിസെപ്റ്റേഴ്സ്.
ബാരോ റിസപ്റ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ബാരോമീറ്റർ എന്ന് കേട്ടില്ലേ? ബാരോമീറ്റർ ഈസ് പ്രഷർ അളക്കുന്ന ഒരു മീറ്റർ ആണ് ബാരോമീറ്റർ. അപ്പൊ ബാരോ റിസപ്റ്റേഴ്സ് വെസൽസ് ഉണ്ടാവുന്ന പ്രഷർ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യുന്നതാണ് ബാരോ റിസപ്റ്റേഴ്സ്. ഓക്കെ, അതേപോലെ നോസിസെപ്ഷൻ ഡിറ്റക്ട് ചെയ്യുന്നവരാണ് നോസിസെപ്റ്റേഴ്സ്. ഓക്കെ, സോ പെയിൻ ഈസ് ഓൾവേസ് എ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലെ? അപ്പൊ പെയിനിനെ നമ്മൾ പലതരത്തിൽ പെയിനിനെ കുറിച്ച് നമ്മൾ അളക്കുന്ന സ്കെയിൽസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പെയിൻ എപ്പോഴും ഡിറ്റക്ട് ചെയ്യുന്നത് എവിടെയാണ്? ബ്രെയിനിലെ ഏത് ഓർഗനിലാണ് അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലാണ് പെയിൻ പെർസീവ് ചെയ്യപ്പെടുന്നത്? നമ്മൾ കുറെ ലോബുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? 5 ലോബുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രെയിനില്. ഫ്രണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ് അല്ലെ? അപ്പൊ ഈ ലോബില് ഏത് ലോബിലാണെങ്കിൽ ഈ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ, നമ്മൾ എന്തായാലും അടുത്ത സ്ലൈഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇത്. അപ്പൊ പെയിൻ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നോസിസെപ്ഷൻ എന്ന് പറയുന്നത് ആ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിസിയോളജിക്കൽ പ്രോസസ്സിനെയാണ് നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. അത് നെർവ് റിസെപ്റ്റർ ലെവലിലാണ്. പെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ ലെവലിലാണ്. അപ്പം ആ റിസെപ്റ്റർ എന്താണ് പേര്? നോസിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, പെയിൻ can occur without pain. Nociception can occur, but pain also having a pain experience. ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ് നോസിസെപ്ഷനും പെയിനും തമ്മിലുള്ള. ഒന്ന് നെർവ് റിസെപ്റ്റർ ലെവലിലും ഒന്ന് ബ്രെയിൻ ലെവലിലും സംഭവിക്കുന്നതാണെന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത് അതേപോലെ തന്നെ അതേ ഒരു ടോപ്പിക് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളായിട്ട് നമ്മളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി കൺസെപ്റ്റ് സ്വയം ഒരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യന് ഉത്തരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? Nociception is best defined as an emotional response to pain and subjective experience of discomfort, neural process of detecting harmful stimuli, and psychological interpretation of the pain. ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? സി ആണ്. അതെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് സി. ഓക്കെ, സോ ഇവിടെ അടുത്ത ചോദ്യം, വിച്ച് റിസെപ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ നോസിസെപ്ഷൻസ്? ഓപ്ഷൻ എ baroreceptors, ഓപ്ഷൻ ബി chemoreceptors, nociceptors, proprioceptors. സി. അഗെയിൻ ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നിങ്ങൾ കീമോറിസെപ്റ്റർ എന്താന്ന് ഞാൻ പറഞ്ഞോ? എന്തെങ്കിലും ഡിറ്റക്ട് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ്, ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ്. ബാരോറിസെപ്റ്റേഴ്സ് പ്രഷർ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അത് ബ്ലഡ് വെസലാണ്. പ്രൊപ്രയോസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്രയോസെപ്റ്റർ, യെസ്, ബോഡി പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ആണ് പ്രൊപ്രയോസെപ്റ്റേഴ്സ്. അപ്പം അതിനെ തിരിച്ചറിയുന്ന ഇതാണ് പ്രൊപ്രയോസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നോസിസെപ്റ്റേഴ്സ് ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഇപ്പം വേരിയസ് കൈൻഡ് ഓഫ് പെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ടൈപ്സ് ഓഫ് പെയിൻ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു പോവാം, ഒന്ന് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. സൊമാറ്റിക് പെയിൻ എന്ന് പറയുന്നത് സൊമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ അത് എന്താണ്? ബോഡി സർഫേസ് ഏരിയയിലാണ് അല്ലെ? സൊമാറ്റിക് പെയിൻ എന്ന് പറയുന്നത് ബോഡി സർഫേസിൽ ഉണ്ടാവുന്ന പെയിൻ റിസെപ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ സൊമാറ്റിക് പെയിൻ എന്ന് പറയുന്നത്. വിസറൽ ഇന്റേണൽ ഓർഗനിൽ ഡിറ്റക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് അത് ട്രാവൽ ചെയ്തിട്ട് പെയിനെ ഡിറ്റക്ട് ചെയ്യും. റെഫേർഡ് പെയിൻ എവിടെയാണോ ആക്ച്വൽ അല്ലെങ്കിൽ ഓർഗൻ ഉള്ളത് അവിടെ ആയിരിക്കില്ല, പക്ഷെ സം അതർ പ്ലേസസിൽ പേഷ്യന്റ് പെയിൻ ഉണ്ടാവും. പെയിൻ പെർസീവ്ഡ് ഇൻ എ ലൊക്കേഷൻ ഡിഫറെന്റ് ഫ്രം വേർ ദ ആക്റ്റീവ് നോസിസെപ്റ്റേഴ്സ് ആർ പ്രസന്റ്. ഓക്കെ, ലൈക്ക് എം ഐയില് നമ്മളെപ്പോഴും ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എം ഐയിലെ ക്ലാസിക് ആയിട്ടുള്ള റെഫേർഡ് പെയിൻ ഏരിയാസ്. ആർക്കെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? എവിടേക്കാണ് നമ്മള് പേഷ്യന്റ് ഓട്ടോണമിക് ആയിട്ടുള്ള സിംറ്റംസ് കാണും, ചെസ്റ്റ് പെയിൻ കാണാം, സ്വെറ്റിംഗ് കാണും. അതെ, വിത്ത് ദ പെയിൻ വിച്ച് ഈസ് റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ആം ആസ് വെൽ ആസ് ജോ, നെക്ക് ഓൾസോ. ഓക്കെ, അപ്പൊ ആ ഏരിയയിലേക്ക് പോകുന്ന പെയിനെയാണ് റെഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. ആക്ച്വൽ ആയിട്ടുള്ള ഓർഗനിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നോസിസെപ്റ്റേഴ്സ് എവിടെയാണെന്നുള്ള വെച്ചാൽ അതിന് ഡിഫറെന്റ് ആയിരിക്കും എന്താ പെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത്. അതേപോലെ വേറെ ഏതെങ്കിലും പെയിൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?
ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? എ പേഷ്യന്റ് വിത്ത് ഗോൾ ബ്ലാഡർ ഡിസീസ് കംപ്ലൈൻസ് ഓഫ് ദ പെയിൻ ഇൻ ദി റൈറ്റ് ഷോൾഡർ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പെയിൻ ഈസ് ക്ലാസിഫൈഡ് ആസ് Referred pain. referred pain. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് പറഞ്ഞു എംഐന്റെ. ഇപ്പം കിഡ്നി ആൻഡ് കിഡ്നി ആണെങ്കിൽ എവിടെ ആയിരിക്കും? കിഡ്നി ക്ലാസിക് ആയിട്ട് നമ്മൾ ചില വൈവകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കിഡ്നിയുടെ പെയിൻ എവിടെയാണ്? Flank pain. ഫ്ലാങ്ക് പെയിൻ. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ്. ഫ്ലാങ്ക് പെയിൻ എങ്ങനെയാണ് ഈ ഫ്ലാങ്ക് റീജിയൻ കണ്ടുപിടിക്കുന്നത്? എവിടെയാണ് ഈ ഫ്ലാങ്ക് റീജിയൻ? ഈ ഫ്ലാങ്ക് റീജിയൻ എന്ന് പറയുന്നത് ഇപ്പൊ പേഷ്യന്റിനെ അല്ലെങ്കിൽ ദ പേഴ്സണിനെ ലാറ്ററൽ ആയിട്ട് നിർത്തിക്കുക. ഓക്കെ, ലാറ്ററൽ ആയിട്ട് നിർത്തിച്ചു കഴിഞ്ഞാൽ അവരെ കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ ആക്സിലറിന്ന് ആന്റീരിയർ ആക്സിലറി ലൈനും ഒരു പോസ്റ്റീരിയർ ആക്സിലറി ലൈനും വരയ്ക്കും. ഓക്കെ, ഇവിടെ പേഷ്യന്റ് ഇലിയ ക്രസ്റ്റ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഫ്ലോട്ടിംഗ് റിബ്സും ഈ ഏരിയ ആണ് എന്ത്? ഫ്ലാങ്ക് റീജിയൻ എന്ന് പറയുന്നത്, ഈ ടച്ച് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഈ ഫ്ലാങ്ക് റീജിയനിൽ പെയിൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ടു സംതിങ് റിലേറ്റഡ് ടു കിഡ്നിയാണ്. ഇനി അതർ ഏരിയ, നമ്മൾ കിഡ്നിയുടെ പൊസിഷൻ പറയുമ്പം എപ്പോഴും വേറെ ഒരു ആംഗിളും കൂടി പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ CV ആംഗിൾ? ഇതാണ് കോസ്റ്റോ വെർട്ടിബിൾ ആംഗിൾ. അതായത് ചില ഡിസീസ്, എന്താ പറയുക, റീനൽ സ്റ്റോൺ, പൈലോനെഫ്രൈറ്റിസ്, അതിനകത്ത് പേഷ്യന്റ് എന്തായാലും CV ടെൻഡർനെസ് ഉണ്ടാവും. CV ടെൻഡർനെസ് എന്ന് പറയുന്ന കിഡ്നി വലുതായിട്ട് കിഡ്നി പാൽപേറ്റ് ചെയ്യപ്പെടും CV, അതായത് കോസ്റ്റോ വെർട്ടിബിൾ ആംഗിൾ. കോസ്റ്റോ എന്ന് പറയുന്നതിന് റിബ്സും വെർട്ടിബിൾ കോളോ ആയിട്ടുള്ളതാണ്. അപ്പോൾ 12th റിബും തമ്മിലുള്ള ഈ ഒരു റീജിയൻ ആണ് കോസ്റ്റോ വെർട്ടിബിൾ ആംഗിൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ പാൽപേറ്റ് ചെയ്ത് നോക്കിയാൽ ഡീപ്പാണ്. ബേസിക്കലി കിഡ്നി എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്ന ഡീപ്പാണ്. പക്ഷെ കിഡ്നിക്ക് എന്തെങ്കിലും പൈലോനെഫ്രൈറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ, തടിപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് CV ആംഗിളിൽ പാൽപേറ്റ് ചെയ്യുമ്പോൾ ടെൻഡർനെസ് ഫീൽ ചെയ്യും. അപ്പം പൈലോനെഫ്രൈറ്റിസ്, കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സെന്റർനെസ്സും വിത്ത് പെയിൻ, CV ആംഗിൾ, ലാറ്ററൽ, ഇതിനൊക്കെ പറയുന്ന പേരാണ് റെഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. ആക്ച്വലി കിഡ്നി ഡാമേജ് ആണെങ്കിൽ കൂടി തന്നെ പെയിൻ അനുഭവപ്പെടുന്ന മറ്റൊരു ഏരിയയിലാണ്. ക്ലിയർ അല്ലേ? ന്യൂറോപ്പതിക് പെയിൻ അറിയാമല്ലോ എല്ലാവർക്കും, പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ന്യൂറോപ്പതിക് പെയിൻ ഡ്യൂ ടു നെർവ് ഡാമേജ്. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ കാണാമല്ലോ. എങ്ങനെയാണ് ഈ MIയിൽ വേരിയസ് പെയിൻ ഉണ്ടാവുന്നതാണ്. MI ഉണ്ടാവാനുള്ള കാരണം ഇസ്കീമിയാണ്. ഇസ്കീമിയയിൽ ഓക്സിജൻ ഡിപ്രൈവേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പെയിനാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് റെഫേർഡ് പെയിൻ വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, എപ്പോഴും ഹാർട്ടിൽ ഉണ്ടാവുന്ന ഒരു എങ്ങനെയാണ് ഈ എന്താ പറയാ, നമുക്ക് ഈ ഓട്ടോണോമിക് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നത്, പേഷ്യന്റ് സ്വെറ്റിംഗ് വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അപ്രിഹെൻഷൻ ഫീൽ ചെയ്യുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? അപ്പൊ ബേസിക്കലി ഓട്ടോണോമിക് ആയിട്ടുള്ളതും സ്പൈനൽ പാത്വേയും ഉണ്ട് ഹാർട്ടില്. ഓക്കെ, ഓട്ടോണോമിക് ആയിട്ടുള്ള ഏത് നെർവാണ് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും? ഹാർട്ടില്, അതായത് പാരാസിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻ ടു ഹാർട്ട്. യെസ്, വാഗസ് നെർവ്. ഓക്കെ, വാഗസ് നെർവ് ക്രിയേറ്റ് ചെയ്യാൻ, വാഗസ് നെർവിന്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് ഈ ഓട്ടോണോമിക് ആയിട്ടുള്ള സിംറ്റംസ് പേഷ്യന്റിൽ ഉണ്ടാവുന്നത്. അതേപോലെ സ്പൈനൽ നെർവ്സിന്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് പേഷ്യന്റ് എന്തുണ്ടാവുന്നത്? ഈ റേഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഈ റെഫേർഡ് പെയിനുകൾ ഉണ്ടാവുന്നത് കയ്യിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പൈനൽ ട്രാക്സ് അല്ലെങ്കിൽ സ്പൈനൽ പാത്വേസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്പൈനോ തലാമിക് ട്രാക്സ് പെയിനിന്റെ. ഓക്കെ, പെയിൻ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സ്പൈനോ തലാമിക്, നമ്മൾ ന്യൂറൽ ട്രാക്സ് പഠിക്കുമ്പോൾ കുറെ കോളംസ് ഉണ്ട്, സ്പൈനോ തലാമിക്, ബൾബോ സ്പൈനൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രാക്സ് ഉണ്ട്. അതിനകത്ത് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ട്രാക്സ് ആണ് സ്പൈനോ തലാമിക് ട്രാക്ട് എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മളെ ലാറ്ററൽ കോളത്തിലായിരിക്കും, സ്പൈനൽ കോളിന്റെ ലാറ്ററൽ കോളത്തിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ C1 C2 ഇന്നർവേഷൻ വരുമ്പോൾ ആണ് എന്ത് പേഷ്യന്റിനെ നെക്കിലും ജോ ലൈനിലേക്കും ഒക്കെ പെയിൻ വരുന്നത്. അതേപോലെ ഷോൾഡറിലേക്ക് പെയിൻ വരുന്ന C5 C6 ഇന്നർവേഷൻ നെർവ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആണ്. അപ്പൊ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ് ആണ് ഈ പെയിനെ സ്പൈനൽ പാത്വേ ത്രൂ സ്പെസിഫിക് ആയിട്ടുള്ള സ്പൈനൽ നെർവ്സിനെ ഇനർവേറ്റ് ചെയ്തിട്ട് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിയസ് എന്ന്. അതാണ് NTS ഇവിടെ എഴുതിയത്. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് ഹാർട്ടിൽ MI ഉണ്ടായി കഴിഞ്ഞിട്ട് ഇസ്കീമിയ കൊണ്ട് ഉണ്ടാവുന്ന ഒരു റെഫേർഡ് പെയിൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു പിക്ചറിൽ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? എങ്ങനെയാണ് പേഷ്യന്റ് ഒരു MI ഉള്ള പേഷ്യന്റ് സ്വെറ്റിംഗ് വരുന്നത് ഓട്ടോണോമിക് അല്ലെങ്കിൽ പാരാസിമ്പത്തിക് സ്റ്റിമുലേഷൻ വരുമ്പോഴാണ്. അത് ഉണ്ടാവാൻ കാരണം വേഗസ് നെർവാണ്. അതേപോലെ എങ്ങനെയാണ് ഈ MIയിൽ റെഫേർഡ് പെയിൻ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വേഗൽ പ്ലസ് ആൻഡ് സ്പൈനൽ പാത്വേ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഓക്കെ, റെഫേർഡ് പെയിൻ ഷോൾഡറിലേക്കും ആംസിലേക്കും ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ ദി ലെഫ്റ്റ് ആം. ക്ലിയർ അല്ലേ പറയുന്നത്? ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ അതോ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ട് സർ. ഓക്കെ, ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ സോ ഇതാണ് നമ്മൾ നേരത്തെ കുറച്ച് കിഡ്നിയുടെ ഫ്ലാങ്ക് റീജിയൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റോവേർട്ടിബിൾ ആംഗിൾ പറഞ്ഞിട്ടുണ്ട്, ഗോൾ ബ്ലാഡർ ഡിസീസസ്. അപ്പം വേരിയസ് ഈ പിക്ചർ അല്ലെങ്കിൽ നമ്മൾ റെഫേർഡ് ആയിട്ടുള്ള പെയിൻ, പിന്നെയുള്ള മെർബേണീസ് പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? മെർബേണി പോയിന്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മെർബേണീസ് പോയിന്റ് എങ്ങനെ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. യൂറട്രൽ കോളിക്സ്, അതൊക്കെ പെയിൻ ആയിട്ടുള്ള ഈ ഏരിയകളിൽ കാണുന്ന ചില ചോദ്യങ്ങളാണ്. ഓക്കെ, നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു എങ്ങനെയാണ് ഫ്ലാങ്ക് റീജിയൻ ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു റീജിയൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാനുള്ളതാണ്. ഇവിടെ ആന്റീരിയർ ആയിട്ടും പോസ്റ്റീരിയർ ആയിട്ടും ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നിങ്ങളെ പ്ലോട്ടിംഗ് റിബ്സ് ഉണ്ടാവും, ഇവിടെ നിങ്ങളെ ഇലിയാക് ക്രസ്റ്റ്. അപ്പൊ ഈ ഒരു ഏരിയനാണ് എന്ത് പറയുന്നത്? ഫ്ലാങ്ക് റീജിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളതാണ്, ഇതാണ് കോസ്റ്റോവേർട്ടിബിൾ ആംഗിൾ. ഓക്കെ, പ്ലോട്ടിംഗ് റിബ്സ് നിങ്ങളെ ലാസ്റ്റ് 12th റിബ്സ് പ്ലസ് അതിന്റെ വെർട്ടിബിൾ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആംഗിളിനാണ് കോസ്റ്റോവേർട്ടിബിൾ. അപ്പം ഡീപ്പായിട്ട് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗനാണ് കിഡ്നി. പക്ഷേ ഇൻഫെക്ഷന്റെ സമയത്ത് നമുക്ക് പാൽപേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് നമ്മളെ പെയിനിന്റെ ഒരു ഏരിയ, എങ്ങനെയാണ് റെഫേർഡ് പെയിൻ വരുന്നത്, എങ്ങനെ ഈ പെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മൾ ഒരു ചൂട് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു റിഫ്ലക്സ് ആർക്ക് ഒരു പ്രോസസ് ഉണ്ട്. അതിന് വേരിയസ് ടേംസ് ഉണ്ട്. നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യും, പിന്നെ അതിനെ മോഡുലേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ട്രാൻസ്മിഷൻ ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് നമ്മൾ അതിനെ തിരിച്ചറിയണം. ദിസ് ഇസ് ദ പെയിൻ. അതിനെയാണ് പെർസീവ് ചെയ്യുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പൊ ഈ ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എംഗ്ലക്സാറിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ചോദ്യങ്ങള് ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് MSc ലെവലിൽ PG ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇങ്ങനത്തെ. അറേഞ്ച് ഓഫ് ദ ഫോളോയിങ് പെയിൻ പ്രോസസ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ഓക്കെ, മോഡുലേഷൻ, പെർസെപ്ഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്മിഷൻ. അതിന്റെ സീരീസ് താഴെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 3-4-1-2, ഓപ്ഷൻ ബി 4-3-1-2, 3-1-4-2, D 1-3-4-2. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പെർസെപ്ഷൻ ആണ്. അതെല്ലാം സെയിം ആണ്. പിന്നെ കൊടുത്തിരിക്കുന്നതിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നില് ട്രാൻസ്മിഷൻ ആണ് തേർഡ് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഒന്നില് മോഡുലേഷൻ ആണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ആസ് എ പെയിൻ അല്ലെങ്കിൽ പെയിൻ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളെ സെൻസേഷൻ എന്താണ്? ട്രാൻസ്ഡക്ഷൻ ആണോ? യെസ്, കറക്റ്റ്. ട്രാൻസ്ഡക്ഷൻ ആണ് ആദ്യത്തെ. ഇപ്പൊ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ചൂട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഡാമേജ് ഉണ്ടായി, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, ആ ഇഞ്ചുറി ഉണ്ടായെടുത്തുനിന്ന് എന്ത് ചെയ്യും? ആ ഒരു മെറ്റീരിയലിനെ നെർവ് സിഗ്നൽ ആയിട്ട് ചേഞ്ച് ചെയ്യും, ഇലക്ട്രിക്കൽ മെറ്റീരിയൽ ആയിട്ട് ചേഞ്ച് ചെയ്യും അല്ലെ? ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അതിനെയാണ് പറയുന്നത് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നെർവ് സിഗ്നലിലേക്ക് മാറ്റുന്നതിനെയാണ്, ഇഞ്ചുറീനെ നെർവ് സിഗ്നലിലേക്ക് മാറ്റുന്നതിന് എന്താണ് പറയുന്നത്? ട്രാൻസ്ഡക്ഷൻ എന്നാണ്. അങ്ങനെ നെർവ് സിഗ്നൽ ആയി കഴിയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? അതിന് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ? ട്രാൻസ്മിഷൻ നടക്കും. അവിടെ ആ നെർവ് സിഗ്നൽ ട്രാൻസ്മിഷൻ ചെയ്യപ്പെടും. എവിടേക്കാണ്? ബ്രെയിനിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക അല്ലെ? ബ്രെയിനിൽ അതിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബോഡി അതിന് എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും, അതിനെ മോഡുലേറ്റ് ചെയ്യും. അതിന്റെ ഇന്റൻസിറ്റിയുടെ പെയിൻ കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ടേൺസ് പെയിൻ അപ്പ് ഡൗൺ എന്നുള്ളൊരു മോഡുലേഷൻ ആണ് എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി മോഡുലേഷൻ ആണ് എന്ത് പറയുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് അത് എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ ആ കോർട്ടക്സിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർസീവ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഉത്തരം ഏതാണ്? ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്മിഷൻ, മോഡുലേഷൻ ആൻഡ് പെർസെപ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക TTMP എന്നാണ്.
ഓക്കെ, TTMP. ഓക്കെ ഓക്കെ. സോ അഗൈൻ ഇതൊരു അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഒരേ ഒരു സിംഗിൾ ലൈന് നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെ തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കപ്പെടാന്നുള്ളതാണ്. ഓക്കെ, കൺവേർഷൻ ഓഫ് എ നോക്ഷിയസ് സ്റ്റിമുലൈ into an electrical nerve impulse is called. നമുക്ക് ഓൾറെഡി Modulation. ഇവിടെ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ഒരു നോക്ഷിയസ് സ്റ്റിമുലസ്, അതായത് ഇറ്റ് മേ ബി ഓഫ് എനി ഇഞ്ചുറി. Transduction. യെസ്, ദ ആൻസർ ഈസ് ട്രാൻസ്മിഷൻ ആണോ, മോഡുലേഷൻ ആണോ, പെർസെപ്ഷൻ ആണോ? ട്രാൻസ്ഡക്ഷൻ. അതായത് ഇഞ്ചുറി ഈസ് കൺവേർട്ടഡ് ഇൻ ടു നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുള്ളൂ, അല്ലെ? അപ്പൊ ഇത് ഏതാണ് ഉത്തരം? ഓക്കെ, ട്രാൻസ്ഡക്ഷൻ. ഇഞ്ചുറീനെ ഇവിടെ നെർവ് ഇമ്പൾസ് ആയി ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്രോസസ് ബൈ വിച്ച് പെയിൻ ഇമ്പൾസസ് ആർ ക്യാരിഡ് ഫ്രം പെരിഫറൽ നെർവ് ടു ബ്രെയിൻ ഈസ് നോൺ ആസ്? Transmission. എന്താണ് ഉത്തരം? ട്രാൻസ്ഡക്ഷൻ ആണോ, ട്രാൻസ്മിഷൻ ആണോ, മോഡുലേഷൻ ആണോ, പെർസെപ്ഷൻ ആണോ? Transmission. ഏതാണ് ഉത്തരം? Transmission അല്ലേ? യെസ്, ട്രാൻസ്മിഷൻ ആണ് ഉത്തരം. ഓക്കെ, ഇവിടെ നിങ്ങളെ പെയിൻ ഇമ്പൾസ് എങ്ങോട്ടാണ് പോകുന്നത്? പെരിഫറൽ നെർവ് ബ്രെയിനിലേക്കാണ്. ഓക്കെ, ബ്രെയിനിൽ പോയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പെർസെപ്ഷൻ നടക്കുള്ളൂ. അപ്പൊ അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ് നെർവ് ഇമ്പൾസിന്. അതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷനും ട്രാൻസ്മിഷനും ആൾക്കാർക്ക് മാറിപ്പോവും. ട്രാൻസ്ഡക്ഷനെ എപ്പോഴും ഓർക്കുക, ഇഞ്ചുറീനെ നെർവ് ഇമ്പൾസ് ആക്കുന്ന പ്രോസസ് മാത്രമാണ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്മിഷൻ എപ്പോഴും നിങ്ങൾ മറന്നു പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രാൻസ്മിഷൻ എപ്പോഴും നമ്മളെപ്പോഴും പെരിഫറൽ നെർവ് അല്ലെങ്കിൽ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിഷൻ ഒക്കെ അഗൈൻ പഠിക്കുന്നതാണ്. ഇമ്പൾസിനെ കെയർ ചെയ്തിട്ട് ബ്രെയിനിൽ പോയി ഡിറ്റക്ട് ചെയ്യുന്ന എപ്പോഴും ഒരു ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത്, ന്യൂറൽ ട്രാൻസ്മിഷൻ. ഓക്കെ ഓക്കെ, അഗൈൻ ഇത് which process involves the inhibition or amplification of pain impulses? again ചോദിച്ചിട്ടുണ്ട് ഇവിടെ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദി ഇൻവോൾവ് ദ ഇൻഹിബിഷൻ ഓർ ആംപ്ലിഫിക്കേഷൻ, അതായത് ഒന്നുകിൽ കുറയ്ക്കുക അല്ലെങ്കിൽ പെയിന്റെ കൂട്ടുക. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയില്ല, ആംപ്ലിഫിക്കേഷൻ ഓഫ് പെയിൻ ഇമ്പൾസസ് ഇൻ ദ നെർവസ് സിസ്റ്റം. അതിന്റെ ഉത്തരം ഏതാണ്? ട്രാൻസ്ഡക്ഷൻ ആണോ, ട്രാൻസ്മിഷൻ ആണോ, മോഡുലേഷൻ ആണോ, പെർസെപ്ഷൻ ആണോ? മോഡുലേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സിംഗിൾ ലൈനിൽ നിന്ന് ഒരു 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മോഡുലേഷൻ ആണ്. ഫൈനൽ ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കോൺഷ്യസ് അവയർനെസ് ഓഫ് പെയിൻ ഒക്കർ ഡ്യൂറിംഗ് പെർസെപ്ഷൻ. സിമ്പിൾ. ഓക്കെ, അവിടെ എന്താണ്? ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പെയിന്റെ ട്രാൻസ്മിഷൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, അല്ലെ? പെയിനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു തിയറി ചോദിക്കും. ഇന്നലെ കുറെ തിയറികളെ നമ്മൾ പഠിച്ചു കമ്മ്യൂണിറ്റിയില്. അതേപോലത്തെ ഒരു തിയറി ഉണ്ട്, പെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? ഈ തിയറി കേട്ടിട്ടുണ്ടോ? ഗേറ്റ് കൺട്രോൾ തിയറി. ഗേറ്റ് കൺട്രോൾ തിയറി ഓഫ് പെയിൻ. ഓക്കെ, ഇപ്പൊ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്നത് ഗേറ്റ് ആണ്, ഒരു ഗേറ്റ് ആണ്. അത് ഗേറ്റിനെ കൊണ്ട് എന്താ? അത് ഒന്നെങ്കിൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് ചെയ്യപ്പെടുമ്പോൾ ഒന്നെങ്കിൽ എന്താവും? പെയിൻ പെർസീവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പെയിൻ അറിയാതിരിക്കാം. ഒന്നെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം. രണ്ടിലേതെങ്കിലും പ്രോസസ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ അതിന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഷാർപ്പ് പെയിൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡൾ പെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. ഓക്കെ, ഇത് ബേസിക്കലി ഈ ഗേറ്റ് കൺട്രോൾ തിയറി പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പിക്ചറിൽ കൂടി തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് റെഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഇവിടെ ബ്ലൂ ആണ്. പക്ഷെ ഈ ബ്രെയിൻ ചുറ്റും എന്താണ്? റെഡ് ലൈനാണ്, അല്ലെ? ഇവിടെ റെഡ് മാത്രമാണല്ലേ, ഇവിടെ ബ്ലൂ കൊണ്ടുള്ള ഒരു ലൈൻ പോലും ഇല്ല. ഓക്കെ, അപ്പൊ ബ്ലൂ എന്താണ്? ആക്ച്വലി
ബ്ലൂ ഈസ് ദ ലാർജ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 3 തരത്തിലുള്ള നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ബേസിക്കലി എ ഡെൽറ്റ എന്ന് പറയും. ഒന്ന് എ ഡെൽറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാം. എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സ് വിച്ച് ആർ സ്മോൾ ഫൈബർ ആണ്, അതായത് ചെറിയ ഫൈബറുകളാണ്. ഓക്കെ, സ്മോൾ ഫൈബേഴ്സ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ലാർജ് ഫൈബേഴ്സ് ആണ്. ലാർജ് ഫൈബേഴ്സ് ആണ് എ ബീറ്റ. ഓക്കെ, എ ബീറ്റ എന്ന് പറയുന്നത് ലാർജ് ഫൈബേഴ്സ് എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ഇൻഹിബിറ്റ് ദ ട്രാൻസ്മിഷൻ ആണ്. ഇവിടെ പോയിട്ട് ഒരു ബ്ലൂ പെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ബ്ലൂ ഇവിടെ മാത്രം നിൽക്കുന്നത്. അപ്പം പെയിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്താണ്? ലാർജ് ഫൈബേഴ്സ് ആണ്. ആ ലാർജ് ഫൈബേഴ്സ് ഏതാണ്? എ ബീറ്റ ആണ്. ഓക്കെ, അതേസമയം സ്മോൾ ഫൈബേഴ്സ് ആയിട്ടുള്ള എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പെയിൻ പെർസീവ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? 3 തരത്തിലുള്ള ഫൈബേഴ്സ് ആണ് എന്തിനെ പെയിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് സ്മോൾ ഫൈബറും ലാർജ് ഫൈബർ ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അൺമൈലിനേറ്റഡ് ആൻഡ് മൈലിനേറ്റഡ്. ഓക്കെ, ഇത് മൈലിനേറ്റഡ് ആണ്. എ ബീറ്റ ലാർജ് ഫൈബേഴ്സ് ആർ മൈലിനേറ്റഡ് ആണ്. ഇവിടെ സി ഫൈബർ എന്ന് പറയുന്നത് അൺമൈലിനേറ്റഡ് ആണ്. സ്മോൾ ആണ്, അൺമൈലിനേറ്റഡ് ആണ്. നിങ്ങൾക്ക് മൈലിൻ ഷീത്ത് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ സ്മോൾ ഫൈബേഴ്സ് എന്ത് ചെയ്യപ്പെടും? സ്മോൾ ഫൈബേഴ്സ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് പെയിൻ പെർസീവ് ചെയ്യപ്പെടും. വേറെ ലാർജ് ഫൈബേഴ്സ് ആയിട്ടുള്ള എ ബീറ്റ ഫൈബേഴ്സ് പെയിനെ ഇൻഹിബിറ്റ് ചെയ്യും. പെയിൻ ട്രാൻസ്മിഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എങ്ങനെയാ? ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് പെയിനെ പെർസീവ് ചെയ്യില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഹലോ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതില്? ഓക്കെ, സാർ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് പറയാമോ? എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മള് ഇത് എന്താ പറയാ, ഇപ്പൊ റബ്ബിങ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വേദന എടുക്കുമ്പോൾ ചിലയിടത്ത് തടവില്ലേ അല്ലെ? നമ്മൾക്കിപ്പോ കയ്യിൽ ഒരു വേദന ഉണ്ടെങ്കിൽ മസാജ് ചെയ്യില്ലേ? മസാജ് ചെയ്യുമ്പോൾ ഏത് നെർവാണ് ഇന്നർവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ അത് ഇതാണ് എങ്ങനെയാണ് പെയിൻ റെഡ്യൂസ് ചെയ്യിക്കാണ്, ആ പെയിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കും. അത് ലാർജ് എ ബീറ്റ ഫൈബേഴ്സ് ആണ്. നമ്മൾ കയ്യിൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ എവിടെയാണോ സ്കിന്നിലൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്യുമ്പം പെയിൻ ഉണ്ടാകുമ്പോൾ അവിടെ റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിനെ കുറയ്ക്കുന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് കുറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഗേറ്റ് കൺട്രോൾ തിയറിയിൽ ആകെ നിങ്ങൾ പറയുന്നത് 2 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. അത് ഒന്ന് സ്മോൾ ഫൈബർ ആണ്, ഒന്ന് ലാർജ് ഫൈബർ ആണ്. ഈ ലാർജ് ഫൈബർ എന്ന് പറയുന്നത് എ ബീറ്റ എന്ന് പറയുന്ന ഒരു ഫൈബറാണ്. നിങ്ങൾ ന്യൂറോൺസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിക്കാൻ വെച്ചൊരു പിക്ചർ ഇപ്പൊ കാണിക്കാം. ആക്ച്വലി ഇത് റിലേറ്റഡ് ആയിട്ട് ഈ പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എ ഡെൽറ്റ ഫൈബേഴ്സും സി ഫൈബേഴ്സും എ ബീറ്റ ഫൈബറും ഉണ്ട്. അപ്പൊ ലാർജ് ഡയമീറ്റർ ആണ്. നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലാർജ് ഡയമീറ്റർ ആണ്. ഈ ലാർജ് ഡയമീറ്റർ എന്താണ് ചെയ്യുന്നത്? പെയിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പെയിൻ ഇപ്പൊ റബ്ബ് ചെയ്യുമ്പോൾ സ്കിന്നിൽ റബ്ബ് ചെയ്യുകയാണെങ്കിൽ അത് പെയിനെ ഇൻഹിബിറ്റ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എ ബീറ്റ ഫൈബർ സ്റ്റിമുലേറ്റ് ആയിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ പെയിൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പെയിൻ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ സി ഫൈബറിന് മനസ്സിലാക്കുകയാണ്. സി ഫൈബർ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിനും ഏകദേശം ഒരു ഡയമീറ്റർ ആണ്, സ്മോൾ ഫൈബേഴ്സ് ആണ്. പക്ഷേ എ ഡെൽറ്റയ്ക്ക് മൈലിൻ ഷീത്ത് ഉണ്ട്, സി ഫൈബറിന് മൈലിൻ ഷീത്ത് ഇല്ല, അതായത് അൺമൈലിനേറ്റഡ് ആണ്. ഇത് രണ്ടും പോകുന്നത് പോസ്റ്റീരിയർ ഡോർസൽ റൂട്ടിലേക്കാണ്, സ്പൈനോതലാമിക് ആയിട്ടുള്ള ട്രാക്കിലേക്കാണ്, ലാറ്ററലിലേക്ക്. ഓക്കെ, അവിടെയാണ് പെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അത് ബ്രെയിൻ കോർട്ടക്സിലേക്ക് പോയിട്ട് പെയിൻ പെർസീവ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ബേസിക്കലി ഒന്നുമില്ല, 2 തരത്തിലുള്ള ഫൈബറുകളുണ്ട്. അതിലൊന്ന് ലാർജ് ഡയമീറ്റർ ആണ്, ഒന്ന് സ്മോൾ ഡയമീറ്റർ ആണ്. സ്മോൾ ഡയമീറ്റർ പെയിനെ ട്രാൻസ്മിഷൻ ചെയ്ത് പെയിൻ പെർസീവ് ചെയ്യുകയും, എന്നാൽ ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള എ ബീറ്റ ഫൈബർ പെയിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതാണ് ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? Rubbing the skin after the injury reduces pain because it stimulates C fibers, activates A beta fibers, blocks spinal nerves, increases inflammation.
ഓപ്ഷൻ ബി ആണോ? ആ, എന്തുകൊണ്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? റബ്ബിംഗ് ദ സ്കിൻ ആഫ്റ്റർ ഇഞ്ചുറി റെഡ്യൂസസ് ദ പെയിൻ. റെഡ്യൂസസ് ദ പെയിൻ എന്ന് പറയുന്നത് ഗേറ്റ് ക്ലോസ് ചെയ്യിക്കുകയാണ് അല്ലെ. ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഫൈബർ ഏതാണ്? ലാർജ് ഫൈബർ ആണ്, ലാർജ് ഡയമീറ്റർ ഫൈബർ ആണ് അല്ലെ. ലാർജ് ഡയമീറ്റർ ഫൈബർ ആണ്, മൈലിനേറ്റഡ് ആണ്. അതേതാണ്? സി ഫൈബർ ആണോ? എ ബീറ്റ ഫൈബർ ആണോ? സ്പൈനൽ നെർവ് ആണോ? സ്പൈനൽ നെർവ് അല്ല, ഇൻക്രീസ് ഇൻഫ്ലമേഷൻ അല്ല. പിന്നെയുള്ള സി എപ്പോഴും സ്മോൾ ആണ്, അൺമൈലിനേറ്റഡ് ആണ്. ഇത് ഡൾ ആണ്, പെയിൻ ഉണ്ടാക്കുന്നത് വെറും ഡൾ പെയിൻ ആണ്. ഓക്കെ, ഇൻഹിബിറ്റ് ചെയ്യുന്നത് എ ബീറ്റ ഫൈബർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഈ പിക്ചറും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഏതാണ് അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള ഫൈബേഴ്സ്? രണ്ട് സ്മോൾ ഫൈബേഴ്സ് ആണ്, ഒന്ന് ലാർജ് ഫൈബർ ആണ്. ലാർജ് ഫൈബറും മൈലിനേറ്റഡ് ആണ്, സ്മോൾ ഫൈബറിൽ എ ഡെൽറ്റയും മൈലിനേറ്റഡ് ആണ്. സി ഫൈബർ അൺമൈലിനേറ്റഡ് ആണ്. കോമൺലി ആസ്കിംഗ് ആണ്. 2011 എയിംസ് എക്സാമിന്, നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള ഫൈബർ ഇൻ പെയിൻ പെർസെപ്ഷൻ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ സി ഫൈബർ തന്നിട്ടുണ്ടാവും, എ ഡെൽറ്റ ഫൈബർ തന്നിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും ഒരു പേര് തന്ന് ഞാൻ മറന്നുപോയി. അന്ന് ഈ സി ഫൈബേഴ്സ് നമുക്ക് അറിയില്ല, ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അറിയത്തില്ല. ഇതൊരു പിക്ചറിന് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള ഫൈബർ ആണ് സി ഫൈബർ. ഓക്കെ, അപ്പോൾ ഈ 3 ഫൈബറിനെ കുറിച്ചുള്ള ഒരു നട്ഷെല്ലാണ് നിങ്ങൾക്ക് ഈ ടേബിളിൽ മനസ്സിലാക്കാവുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് അറിയാം ഏതൊക്കെയാണുള്ളത്. എ ബീറ്റ ഉണ്ട്, എ ഡെൽറ്റ ഉണ്ട്, സി ഫൈബർ ഉണ്ട്. ഓക്കെ, എ ബീറ്റ സൈസ് എന്താണ്? ലാർജ് ആണ്. ഇത് രണ്ടും, ഇത് സ്മോൾ ആണ്, ഇത് വെരി സ്മോൾ ആണ്. ഹെവിലി മൈലിനേറ്റഡ് ആണ്, തിൻലി മൈലിനേറ്റഡ് ആണ്. സി ഫൈബർ ഈസ് അൺമൈലിനേറ്റഡ്. ഓക്കെ, പെയിൻ കണ്ടക്ഷൻ ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ പെയിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും, വേറെ മോഡറേറ്റ് ആയിട്ടും സ്ലോ ആയിട്ടും ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം സെൻസറി പെർസെപ്ഷൻ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പെയിൻ പെർസെപ്ഷൻ ആണ്. ഓക്കെ, അതായത് എ ബീറ്റ ഫൈബേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് പെയിൻ, വേറെ എ ഡെൽറ്റ ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞു ഷാർപ്പ് പെയിനും, സി ഫൈബേഴ്സ് ഡൽ ഏക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഡൽ ഏക്ക് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതാണ്, പെയിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എ ബീറ്റ ഫൈബറും, ഷാർപ്പ് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് നെർവ് ഫൈബർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ എ ഡെൽറ്റ ഫൈബർ. ഏത് ഡൽ ഏക്ക് ആയിട്ട് ഉണ്ടാവുന്ന പെയിൻ അല്ലെങ്കിൽ ബേണിംഗ് പെയിൻ ഒക്കെ ഉണ്ടാവുന്നത് സി ഫൈബർ കൊണ്ടാണ്. ഇത് വേരിയസ് ബ്ലോക്കേഡ് ആണ്. അപ്പൊ അതായത് നെർവ് ബ്ലോക്ക് പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ ബീറ്റയ്ക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ ലോസ് ഓഫ് ടച്ച് സെൻസേഷൻ ഉണ്ടാവും. ഇവിടെ ഷാർപ്പ് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെൽറ്റ ഫൈബർ ആണെങ്കിൽ അകത്ത് ലോസ് ഓഫ് ഷാർപ്പ് പെയിൻ ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ ചില നെർവ് റൂട്ട്, നമ്മൾ ഈ ക്യാൻസർ പെയിനിലൊക്കെ ഭയങ്കര സിവിയർ ഇന്റൻസിറ്റി ഉണ്ടാവുന്ന പെയിൻ ഉണ്ടാവും പേഷ്യൻസിന്. അപ്പൊ നമ്മൾ അവരെ ആ സർജിക്കലി അവരെ നെർവ് റൂട്ട് കട്ട് ചെയ്യും. ഏത് നെർവ് റൂട്ടാണ് ഷാർപ്പ് പെയിന് കട്ട് ചെയ്യുന്നത്? അതാണ് എ ഡെൽറ്റ ഫൈബേഴ്സ്. ഓക്കെ, വെരി ഡൾ ലൈക്ക് ആണെങ്കിൽ അത് സി ഫൈബർ ആണ്. എപ്പോഴും നമ്മൾ ഷാർപ്പ് പെയിൻ ആയിരിക്കുമല്ലോ, പേഷ്യന്റിനെ ഫാർമക്കോളജിക്കലി ട്രീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഭയങ്കര മോർഫിൻ പോലെയുള്ള ഒപ്പിയോയിഡ് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് പേഷ്യന്റ് പെയിൻ കുറയുന്നില്ലെങ്കിൽ ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ നിലയൊക്കെയാണ് നമ്മൾ നെർവ് റൂട്ടിനെ കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നെർവ് റൂട്ടിനെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ പെയിനെ സ്പൈനൽ കോഡിന്റെ ഒരു പോർഷൻ തന്നെ അങ്ങ്, ആ ലാറ്ററൽ പോർഷൻ തന്നെ അങ്ങ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും, പെയിനെ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു ചോദ്യം പറയുകയാണെങ്കിൽ, ദ സെൽ ബോഡീസ് ഓഫ് പ്രൈമറി സെൻസറി എഫറന്റ് ന്യൂറോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി. എവിടേക്കാണ് ഈ പ്രൈമറി സെൻസർ ന്യൂറോൺസ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നുള്ളതാണ്. എവിടെയാണ്? ആ പിക്ചർ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ആ നെർവ് ഫൈബേഴ്സും സ്പൈനൽ കോഡിന്റെ 3 തരം നെർവ് ഫൈബേഴ്സും പോയിട്ട് സ്പൈനൽ കോഡിന്റെ ഒരു ചിത്രം ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാവുന്നതാണ്.
വെൻട്രൽ ഹോണോ സ്പൈനൽ കോഡ് ആണോ, ആന്റീരിയർ റൂട്ട് ആണോ, ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ ആണോ, സിമ്പത്തറ്റിക് ചെയിൻ ഗാംഗ്ലിയ? ഓപ്ഷൻ എ ആണോ? ആ ഓപ്ഷൻ പോസ്റ്റീരിയർ. വെൻട്രൽ എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ അല്ലേ? അല്ല. നിങ്ങൾക്ക് ആ പിക്ചർ ഒന്നുകൂടി ഓർമ്മ വന്നാൽ ഇത് കൃത്യമായിട്ട് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് ഈ റൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഓക്കെ, ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൽ. അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഡോർസൽ റൂട്ട് ആണ്. ഓക്കെ, വെൻട്രൽ എന്ന് പറയുന്നത് ഇത് ഇവിടെ സെൻസറി ആണ്. നിങ്ങൾ ആദ്യം ആലോചിക്കുക, സെൻസറി ആണ്. ഓക്കെ, സെൻസറി എപ്പോഴും ഡോർസൽ ആണ്, വെൻട്രൽ എപ്പോഴും മോട്ടോർ ആണ്. ഓക്കെ, മോട്ടോർ ആണ് വെൻട്രൽ ഹോൺ. ഇപ്പൊ ഡോർസൽ റൂട്ട് ആണെങ്കിൽ സെൻസറി ആണ്. ക്ലിയർ അല്ലേ? വെൻട്രൽ ആണെങ്കിൽ മോട്ടോറും, ഡോർസൽ ആണെങ്കിൽ അത് സെൻസറി ആയിട്ടുള്ള എഫറൻ ന്യൂറോൺ ആയിരിക്കും. മോട്ടോർ ആണെങ്കിൽ ഇഫറൻ ന്യൂറോൺസ് ആയിരിക്കും. ഓക്കെ, സിമ്പത്തറ്റിക് ചെയിൻ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതിന്റെ സെൽ ബോഡീസിനെയാണ് പറയുന്നത് എന്നുള്ളത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ന്യൂറോൺസിനാണ്, സെൽ ബോഡീസിനെയാണ് എന്ത് പറയുന്നത്? സിമ്പത്തറ്റിക് ചെയിൻ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ബോഡീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഗാംഗ്ലിയ എന്ന് പറയാ. അപ്പൊ പ്രൈമറി സെൻസറി എഫറന്റ് ന്യൂറോണിനെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് സെൻസറി ആകുമ്പോൾ എന്താണ്? അത് ഡോർസൽ ആണ്. അപ്പം വെൻട്രൽ ആണെങ്കിൽ അത് മോട്ടോർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെൻസറി ആയതുകൊണ്ട് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ ആണ് ഉത്തരം. ഓക്കെ, പിന്നെ ഏതൊരു ഏരിയയിലേക്കാണ് ഈ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരും. ഇത് ഈ ചോദ്യത്തിനാണ്. പ്രൈമറി സെൻസറി എഫറൻ ന്യൂറോൺ സെൽ ബോഡീസ് ആർ സിറ്റുവേറ്റഡ് വിത്തിൻ ദി. എവിടെയാണ് ഈ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ്? സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡ് ആണോ, വെർട്ടിബിൾ ഫോറാമിനാണോ, ഇന്റർവെർട്ടിബിൾ ഡിസ്കിലാണോ, സ്പൈനസ് പ്രോസസ്സിലാണോ? അതായത് ഈ പെയിൻ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൈമറി സെൻസറി എഫറൻ ന്യൂറോൺ സെൽ ബോഡീസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദി സെൻട്രൽ കനാൽ ആണോ? സെൻട്രൽ കനാലിൽ എന്താണ് പോകുന്നത്? അല്ലെ, CSF അല്ലേ പോകുന്നത്? അവിടെ ന്യൂറോൺ സെൽ ബോഡീസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇതല്ല. വെർട്ടിബിൾ ഫൊറാമിന അല്ലെങ്കിൽ ഇന്റർവെർട്ടിബിൾ ഡിസ്ക് ആണ്? അല്ല, ഇന്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിന്റെ സ്ട്രക്ചർ ആണ്, രണ്ട് ഡിസ്കിന് തമ്മിലുള്ള ഇന്റർവെർട്ടിബിൾ ഡിസ്ക്. സ്പൈനസ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ബോണി പ്രൊജക്ഷൻ ആണ്. എവിടെയാണ് അപ്പൊ ഈ ന്യൂറോൺ സെൽ ബോഡീസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പോയി സിറ്റുവേറ്റ് ചെയ്യുന്നത്? വെർട്ടിബിൾ ഫൊറാമിനാണ്. ഓക്കെ, സ്പൈനൽ പ്രോസസ്സിലൊന്നും എന്തില്ല, സെൽ ബോഡീസ് വന്നു പോയിട്ട് സിറ്റുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെർട്ടിബിൾ ഫൊറാമിനയിലാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? പ്രൈമറി സെൻസറി ആയിട്ടുള്ള എഫറൻ ന്യൂറോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഈസ് വെർട്ടിബിൾ ഫൊറാമിന. ഓക്കെ, സോ ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തെ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്. ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ പ്രൈമർലി കണ്ടെയ്ൻസ് ദ സെൽ ബോഡീസ് ഓഫ്. ഓപ്ഷൻ എ motor neurons, option B interneurons, option C primary efferent neurons, sympathetic postganglionic neurons. ഏതായിരിക്കും ഉത്തരം? Again ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ പ്രൈമർലി കണ്ടെയ്ൻസ് ഏതാണ്? ഡോർസൽ ആണ്, മോട്ടോർ അല്ല, അല്ലെ? ഓപ്ഷൻ സി. ഓക്കെ, പ്രൈമറി സെൻസറി എഫറന്റ് ന്യൂറോൺസ് ആണ്, അല്ലെ? ഇത് സിമ്പത്തറ്റിക് ഗാംഗ്ലിയ ആണെന്ന് അറിയാം. ഇന്റർന്യൂറോൺസ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ അല്ലെങ്കിൽ എന്താ പറയാ സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില ന്യൂറോൺസിനാണ് ഇന്റർന്യൂറോൺസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ അല്ലെ? പ്രൈമറി ഒരേ ചോദ്യത്തെ ആൻസറിനെ ചോദ്യമാക്കിക്കൊണ്ട് തിരിച്ചു ചോദിച്ചതാണ്. ഇപ്പൊ രണ്ട് രീതിക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടേബിൾ കുറെ കാര്യങ്ങൾ പഠിച്ച് ആ ടേബിളിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കിയതാണ്. ഫാസ്റ്റ് ഷാർപ്പ് പ്രിക്കിംഗ് പെയിൻ ഈസ് ട്രാൻസ്മിറ്റഡ് മെയിൻലി ബൈ. വിത്തൗട്ട് മച്ച് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഡെൽറ്റ ഫൈബർ ആണ് ഉത്തരം. അതേസമയം ഡൽ പെയിൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ സി. അതേസമയം പെയിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫൈബേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നെങ്കിൽ എ ബീറ്റ ഫൈബർ. ക്ലിയർ അല്ലേ?
Okay. Which fiber is unmyelinated and conducts pain slowly? C fiber. ആ പിക്ചർ ഓർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. B, B. C fiber. ബി ഈസ് എ ഡെൽറ്റ ഫൈബർ ആണ്. C. എ ബീറ്റ ഫൈബർ ആണോ, എ ഡെൽറ്റ ഫൈബർ ആണോ, സി ഫൈബർ ആണോ, ആൽഫ മോട്ടോർ ഫൈബർ ആണോ? C fiber. C5. സി ഫൈബർ. ഓക്കെ. C. ആൽഫ മോട്ടോർ അല്ല എന്തായാലും. എന്താണ് ഇത്? മോട്ടോറാണ്. അവിടെ പെയിനുമായിട്ട് സെൻസേഷനുമായിട്ട് യാതൊരുവിധ ബന്ധവുമല്ല അല്ലെ. അപ്പൊ ഇതാണ് സി ഫൈബർ ആണ് ഉത്തരം. ഓക്കെ ഓക്കെ. ഇതിന്റെ ഉത്തരം which nerve fiber normally does not produce pain in healthy individuals? C. A beta fiber. എ ബീറ്റ ഫൈബർ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫൈബർ അല്ലെങ്കിൽ ന്യൂറോൺസിലെ നെർവിനെ പറ്റി എപ്പോഴും ആൾക്കാർക്ക് പഠിക്കാനും താല്പര്യമില്ല, മീൻസ് മനസ്സിലാക്കാനും മനസ്സിലാവൂല എന്നുള്ളൊരു പ്രിജുഡീസ് വെച്ചിട്ടാണ് എപ്പോഴും ന്യൂറോളജിനെ എല്ലാവരും അപ്രോച്ച് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി പിക്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ബ്ലോക്കിംഗ് വിച്ച് ഫൈബേഴ്സ് വിൽ അബോളിഷ് ഡൾ ലൈക്കിംഗ് പെയിൻ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡൾ ലൈക്കിംഗ് പെയിൻ ആണ്. ഏത് ബ്ലോക്ക് ആണ് അത് ബ്ലോക്ക് ചെയ്യാം? C5. സി ഫൈബർ. കട്ട് ചെയ്യുകയാണെങ്കിൽ C5. കട്ടിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സർജിക്കൽ ഇന്റർവെൻഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിലോ സർജിക്കലി വിച്ച് ഫൈബേഴ്സ് വിൽ കട്ട് B. വിൽ അബോളിഷ് ദ, അതും സി ഫൈബർ ആണ്. A delta. ഓക്കെ ഓക്കെ. ഈ ചോദ്യത്തിന് ഉത്തരം വിച്ച് ക്യാരക്ടറിസ്റ്റിക് ബെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ എ ഡെൽറ്റ ഫൈബേഴ്സ് ഫ്രം സി ഫൈബേഴ്സ്? Degree of myelination. C. വെരി ഗുഡ്. ഡിഗ്രി ഓഫ് മൈലിനേഷൻ. ഓക്കെ. ഇതൊക്കെ ഒരു സിംഗിൾ പിക്ചർ ഉണ്ടാക്കിയ ഒരു 5 ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പിക്ചർ പോലെ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം നെക്സ്റ്റ് കാണിക്കുന്ന ഒരു പിക്ചറാണ് അല്ലെ. സാധാരണ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ടൽ ലോബ് ഉണ്ട്, പെരൈറ്റൽ ലോബ് ഉണ്ട്, ടെമ്പറൽ ലോബ് ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ് ഉണ്ട് അല്ലെ. ബ്രെയിനിന്റെ ഒരു ലോബുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ലോബില് നിങ്ങൾക്ക് ഈ ഇവിടെ ഒരു കോട്ടക്സിന്റെ പേര് കൊടുത്താണല്ലോ, സൊമാറ്റോ സെൻസറി കോട്ടക്സ് അല്ലെ. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്, പെയിൻ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇതിനെ S1 ഏരിയ അല്ലെങ്കിൽ പറയും S1 ഏരിയ, സൊമാറ്റോ സെൻസറി ഏരിയ, വിച്ച് ഈസ് ദി പ്രൈമറി സെൻസറി കോട്ടക്സ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഏതിലാണ്? പാരൈറ്റൽ ലോബാണ്. ഫ്രണ്ടൽ ലോബിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇതിന്റെ കൂടെ നമുക്ക് അതുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം സിമ്പിൾ ആയിട്ട് ഈ പിക്ചർ തന്നെ. ഫ്രണ്ടൽ ലോബില് ഹയർ കോഗ്നിറ്റീവ് ഏരിയ ആണ്. ഹയർ കോഗ്നിറ്റീവ് ആണ്. നിങ്ങളെ മെമ്മറി ഒക്കെ ഫ്രണ്ടൽ ലോബിലാണ്. അതുകൊണ്ടാണ് റിട്രോഗ്രേഡ് അംനേഷ്യ ഒക്കെ വരുമ്പോൾ ഫ്രണ്ടൽ ലോബിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്സിപിറ്റൽ ലോബ് ആണെങ്കിൽ ഏതാണ്? വിഷൻ ആണ്. അതേപോലെ ടെമ്പറൽ ലോബ് ആണെങ്കിൽ ഓഡിറ്ററി ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. പെരൈറ്റൽ ലോബിൽ വെരി സ്പെസിഫിക് ഉണ്ട്. പെരൈറ്റൽ ലോബിൽ എല്ലാ സെൻസറി ആയിട്ടുള്ള എക്സ്പീരിയൻസും ഡിറ്റക്ട് ചെയ്യും, ബട്ട് ഓൺലി വൺ എക്സ്പീരിയൻസ്, ഒന്നൊഴിച്ച്. ഏതാണ് സെൻസേഷൻ അറിയാം? 5 ഇന്ദ്രിയങ്ങളിലെ ഒരെണ്ണം നമുക്ക് എന്താ പറയാ പെരൈറ്റൽ ലോബിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കിയല്ല. അതുകൊണ്ടാണ് സൊമാറ്റോ സെൻസറി കോട്ടക്സ് എന്ന് പറയുന്നത്. വിഷൻ അല്ലാതെ, വിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിഷൻ അല്ലാതെ അറിയോ? നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ക്രാനിയൽ നെർവ് ഓർത്താൽ മതി. ക്രാനിയൽ നെർവില് ഫസ്റ്റ് വൺ ഏതാണ്? CN1. ഓൾഫാക്ടറി. അപ്പൊ ഓൾഫാക്ടറി എവിടെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഓൾഫാക്ടറി നെർവാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. എവിടെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഓൾഫാക്ടറി ബൾബാണ്. ഓക്കെ. ഈ ഓൾഫാക്ടറി ബൾബാണ് സെൻസേഷൻ കൊടുക്കുന്നത്. അവിടെയുള്ള ഓൾഫാക്ടറി നെർവ് പോയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഓൾഫാക്ടറി ഏതാണോ സ്മെല്ല്, ആ സ്മെല്ല് പറയുന്നത്. ഓക്കെ. ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാത്ത അവസ്ഥയാണ് എന്ത്? അനോസ്മിയ. ഓക്കെ. അനോസ്മിയ എന്ന് പറയുന്നത് ചില ഡിസീസില്, കോവിഡിൽ അനോസ്മിയ ഉണ്ട്. ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണം ഈ ചെറിയ സീലിയ, ചെറിയ എന്താ പറയാ, അതിനകത്തുള്ള നെർവ് ഫൈബറിന് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞിട്ട് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാതാവും.
അതാണ് ഓൾഫാക്ഷൻ. എക്സെപ്റ്റ് ഓൾഫാക്ഷൻ ബാക്കി എല്ലാ സെൻസേഷനും അല്ലെങ്കിൽ എല്ലാ സെൻസറി എക്സ്പീരിയൻസും എവിടെ ഡിറ്റക്ട് ചെയ്യും? പറൈറ്റൽ ലോബിൽ ഡിറ്റക്ട് ചെയ്യും. ടെമ്പറേച്ചർ, പെയിൻ എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഒരു സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അഞ്ച് ഫ്രണ്ടൽ ലോബിന്റെ കാര്യങ്ങൾ അറിയാം, ഓഡിറ്ററി അറിയാം. ഓഡിറ്ററിയിൽ തന്നെ ഫ്രണ്ടൽ ലോബിൽ ബ്രോക്കാസ് ഏരിയ ഉണ്ട്, വെർണിക്സ് ഏരിയ ടെമ്പറൽ ലോബിലുണ്ട്. പെറൈറ്റൽ ലോബിൽ എക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പെറൈറ്റൽ ലോബിൽ ഡിറ്റക്ട് ചെയ്യപ്പെടാത്ത ഒരു സെൻസേഷൻ ആണ് സ്മെല്ല്. സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത് ഏത് നെർവാണ്? ക്രാനിയൽ നെർവ് 1 ആണ്. ക്രാനിയൽ നെർവ് 1ന്റെ പേരെന്താണ്? ഓൾഫാക്ടറി നെർവ് ആണ്. ഓൾഫാക്ടറി നെർവ് ഓൾഫാക്ടറി ബൾബ് കൂടിയാണ് എന്ത് സെൻസേഷൻ ചെയ്യുന്നത്. ആ സെൻസേഷന്റെ ഇന്നബിലിറ്റി ടു പെർസീവ് ദ സെൻസേഷൻ ഓഫ് സ്മെൽ ആണ് അനോസ്മിയ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഈ സിംഗിൾ പിക്ചർ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ഓൾഫാക്ടറി ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൾഫാക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചറിൽ മനസ്സിലാക്കാം. ഓൾഫാക്ടറി നെർവ് ഉണ്ട്, ഇതാണ് ഓൾഫാക്ടറി ബൾബ്, ഓൾഫാക്ടറി കോർട്ടെക്സ് ഉണ്ട്. ഓക്കെ, ഇത് ഓൾഫാക്ടറി സീലിയ ഡിറ്റക്ട് ഉള്ളത് നോസിലാണ്. ഓക്കെ, നോസില് എവിടെയാണ്? ക്രിബ്രിഫോം പ്ലേറ്റ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിബ്രിഫോം പ്ലേറ്റിലാണ് ഈ സീലിയ അല്ലെങ്കിൽ ഈ സീലിയ ത്രൂ ആണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വരുന്നത്. ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിനെ ഡിറ്റക്ട് ചെയ്യുന്ന പേരാണ് റിസപ്റ്ററാണ് ഒഡറന്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓർഡർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്മെല്ലിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ആ സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ഓഡറന്റ് റിസപ്റ്റേഴ്സ്. ഓക്കെ, ഈ ഓഡറന്റ് റിസപ്റ്റേഴ്സ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ സീലിയറിയിലാണ്. സീലിയറിയില് ഈ ഏരിയയിലാണ് ഈ ഓഡറന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ്. അവിടെ നിന്നാണ് ശരിക്കും ഓൾഫാക്ഷൻ നടക്കുന്നത് ഈ പിക്ചറിൽ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഡറന്റ് മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെ ഓഡറന്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പിക്ചറിന് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഓഡറന്റ് റിസപ്റ്റേഴ്സ് are primarily located on the dendrites, the mitral cells, the axons of olfactory neurons, cilia of olfactory sensory neurons, cell bodies of sustentacular cells. ആ പിക്ചറിൽ ഞാനിപ്പോ എവിടെയാണ് കാണിച്ചിരുന്നത് നിങ്ങൾക്ക്? ഓഡറന്റ് റിസപ്റ്റേഴ്സ് ആയിട്ട് സീലിയലാണ് ഇരിക്കുന്നത്, സീലിയലാണ്. ഓക്കെ, മൈട്രൽ സെൽസ് ഒക്കെ ഉള്ളത് ഓൾഫാക്ടറി ബൾബിലേക്കാണ്, ആക്സോൺസ് അല്ല. ആക്സോൺസ് ക്യാരി ചെയ്യില്ല എപ്പോഴും. അപ്പൊ സെൻസറി ന്യൂറോൺസ് മാത്രമേ എന്ത് റിസപ്റ്ററിനെ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുള്ളൂ, ഇമ്പൾസിന്. അപ്പോൾ ഓഡറന്റ് റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് സീലിയ ഓഫ് ഓൾഫാക്ടറി നെർവ് ആണ്. ഓക്കെ, ഇതിന്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? മ്യൂട്ടേഷൻ ഓഫ് ജീൻസ് അഫക്റ്റിംഗ് ദ ഓൾഫാക്ടറി സീലിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്. എന്താണ് അഗ്യൂസിയ? ഹൈപ്പറോസ്മിയ. എന്താണ് ഹൈപ്പറോസ്മിയ? increased sensation of smell. അഗ്യൂസിയ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? അഗ്യൂസിയ. ഇല്ല. അഗ്യൂസിയ എന്ന് പറയുന്നത് ലോസ് ഓഫ് ടേസ്റ്റ് ആണ് കേട്ടോ. ലോസ് ഓഫ് ടേസ്റ്റിനെ പറയുന്നതാണ് അഗ്യൂസിയ. അനോസ്മിയ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇപ്പൊ ഇവിടെ ഏതാണ്? ഓൾഫാക്ടറി സീലിയ ആണെങ്കിൽ ആ സ്മെല്ല് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഡിസ്ഫാജിയ അറിയാം, പെയിൻഫുൾ അല്ലെ? ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്. പെയിൻഫുൾ സ്വാലോയിങ് ആണെങ്കിൽ അതിനെന്താ പറയാ? ഒഡിനോഫാജിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഒഡിനോഫാജിയ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം. അനോസ്മിയ ആണ് മ്യൂട്ടേഷൻ കാരണം നമുക്ക് ഡിറ്റക്ട്. ഓൾഫാക്ടറി ആകുമ്പോൾ ഓൾഫാക്ഷൻ ആണ്, സ്മെല്ലാണ്. സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഓക്കെ, ഈ കോവിഡില് അനോസ്മിയ ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ഇതൊരു PG കഴിഞ്ഞ പ്രാവശ്യത്തെ PG MSc നഴ്സിംഗ്, എയിംസിന്റെ MSc നഴ്സിംഗിന്റെ എൻട്രൻസിന് ചോദിച്ച ചോദ്യമാണ്. Bardet-Biedl syndrome is primarily causes anosmia due to defects in olfactory bulb, olfactory tract, olfactory cilia, mitral cells. ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സ്ഥലമാണ്. അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
നമ്മൾ ഇപ്പൊ ഇതുവരെ സീലിയറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഓൾഫാക്ടറി സീലിയ. ഓക്കെ, അപ്പൊ ഈ ഒരു ജനറ്റിക് ബാർഡറ്റ് ബീഡിൽ സിൻഡ്രോം എപ്പോഴും ഓൾഫാക്ടറി സീലിയർ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് പേഷ്യന്റ് ഉണ്ടാകുന്ന അനോസ്മിയ ഉണ്ടാകുന്നത്. ഓൾഫാക്ടറി സീലിയ. ഓക്കെ, ഇത് ആക്ച്വലി സീലിയന്റെ ഇഞ്ചുറിനാണ് സീലിയോപ്പതി എന്ന് പറയുന്നത്. സീലിയോപ്പതി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ബാർഡറ്റ് ബീഡിൽ സിൻഡ്രോം. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബാർഡറ്റ് ബീഡിൽ സിൻഡ്രോം എസ്പെഷ്യലി റിലേറ്റഡ് ടു ഓൾഫാക്ടറി സീലിയ. അപ്പൊ ഇതാണ് നമ്മൾ ഓൾഫാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ഓൾഫാക്ടറി എപ്പിത്തീലിയം അല്ലെ സീലിയറിന്ന് ഓഡറൻ റിസപ്റ്റേഴ്സ് സെൻസേഷൻ പാസ് ചെയ്ത് ഓൾഫാക്ടറി ബൾബ് ത്രൂ പ്രൈമറി ഓൾഫാക്ടറി കോട്ടക്സ് കൂടെ വന്നിട്ട് സെക്കൻഡറി ഓൾഫാക്ടറി കോട്ടക്സിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ഓഫ് കേരിയോ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഓൾഫാക്ഷൻ എന്ന് നടക്കുന്നത്. അമിഗ്ഡാല എന്താ അറിയാം? അമിഗ്ഡാല ഇതിനകത്ത് ചോദിക്കാണ് അമിഗ്ഡാല ചോദിക്കാം. അമിഗ്ഡാലയിൽ എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇമോഷണൽ റെസ്പോൺസ് ടു സ്മെൽ ആണ് അമിഗ്ഡാലയിൽ ഡിറ്റക്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈലൈറ്റഡ് ഇൻ ഗ്രീൻ? ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഒരു പിക്ചറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എന്താണ്? നോസ് ആണ് അല്ലെ? ഏരിയ പാർട്ട് നോസ് ആണ്. ഇതിനകത്ത് ഉത്തരം ഏതാണ്? ഓൾഫാക്ടറി പാർട്ട് ഓഫ് ദ നേസൽ മ്യൂക്കോസ ഓൾഫാക്ടറി ഗ്രീൻ ആണ്. അതായത് ഒരു ബേസ് ആണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു ബോൺ ആണെങ്കിൽ അതൊരു ബോണിന്റെ ബേസ് ആണ് അല്ലെ? ആ ബേസിൽ എന്താണ്? ബോണിന്റെ ബേസിൽ പലതരം ലേയേഴ്സ് ഉണ്ട് അല്ലെ? ആ ബോൺ ഇതാണ് ഓൾഫാക്ടറി പാർട്ട് ഓഫ് നേസൽ മ്യൂക്കോസ ആണ്. ഇപ്പൊ നേസൽ മ്യൂക്കോസൽ ലെയറിൽ ഉണ്ടാവുന്ന ഓൾഫാക്ടറി പാർട്ടാണ്. അതാണ് ഓൾഫാക്ടറി പാർട്ട് ഓഫ് നേസൽ മ്യൂക്കോസ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ സെൻസറി ഫൈബേഴ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം allodynia is best defined as increased pain response to stimulus, absence of pain sensation, pain due to normally non-painful stimulus, അല്ലെങ്കിൽ pain due to nerve damage. എന്താണ് allodynia? ഓപ്ഷൻ സി ആണോ? പെയിൻ ഡ്യൂ ടു നോർമലി നോൺ പെയിൻഫുൾ സ്റ്റിമുലസ്. എനിവൺ എൽസ്? ഓക്കെ, നമുക്ക് എന്നാ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇൻക്രീസ്ഡ് പെയിൻ? ഇതിനെന്താ പറയാ? ഈ ടേമിന് എന്ത് പറയും? അല്ലെങ്കിൽ ഈ ടേം എളുപ്പമാണ്, ഈ ടേം പറയാൻ പറ്റുമോ? ആബ്സെൻസ് ഓഫ് പെയിൻ സെൻസേഷൻ. നമ്മളെപ്പോഴും എഴുതുന്ന ഒരു സാധനമാണ് അണ്ടർ GA അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ, അനാൽജീസിയ എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? അല്ലെ, അനാൽജസിക്സ് കൊടുക്കുന്ന അനാൽജീസിയ അല്ലെ? ആബ്സെൻസ് ഓഫ് പെയിൻ സെൻസേഷൻ, നല്ല പെയിൻ ഇല്ലാണ്ടാക്കുന്ന അനാൽജീസിയ. ഓക്കെ, ഇത് ഹൈപ്പർ ആൽജീസിയ എന്ന് പറയും. ഹൈപ്പർ ആൽജീസിയ ഇൻക്രീസ്ഡ് പെയിൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. പെയിൻ ഡ്യൂ ടു നെർവ് ഡാമേജ്, ഇതെന്താണ്? ഇത് ന്യൂറോപ്പതിക് പെയിൻ ആണ് അല്ലെ? അപ്പൊ ഉത്തരം എന്താണ്? നോൺ പെയിൻഫുൾ സ്റ്റിമുലസിനെ കൊണ്ടുണ്ടാവുന്ന പെയിനെയാണ് allodynia എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഹൈപ്പറാൽജീസിയ ഇൻക്രീസ്ഡ് റെസ്പോൺസ് ടു നോർമൽ പെയിൻഫുൾ സ്റ്റിമുലസ്, ഹൈപ്പോആൽജീസിയ ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു പെയിൻഫുൾ സ്റ്റിമുലസ്, അനാൽജീസിയ ആബ്സെൻസ് ഓഫ് പെയിൻ ഡെസ്പൈറ്റ് പെയിൻഫുൾ സ്റ്റിമുലസ്, പരാസ്തീഷ്യ അബ്നോർമൽ സെൻസേഷൻ, ഡിസസ്തീഷ്യ അൺപ്ലസന്റ് അബ്നോർമൽ സെൻസേഷൻ ഓഫൺ പെയിൻഫുൾ. ഓക്കെ, ഇത് ചെറിയ ചെറിയ ടേംസ് ആണ്. ഈ ടേംസ് ഇങ്ങനെ തന്നെ പഠിക്കണം, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അനസ്തീഷ്യ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അനസ്തീഷ്യ എന്താ അറിയാം? ആബ്സെൻസ് എന്താ? പരാസ്തീഷ്യ എന്താ അറിയാം? ഡിസസ്തീഷ്യ എന്താ അറിയാം? അനാൽജീസിയ, ഹൈപ്പോളജീസിയ, ഹൈപ്പറാൽജീസിയ. അലോഡൈനിയ എപ്പോഴും ഒരു നോൺ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ടാവുന്നതാണെന്നുള്ള ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പെയിൻ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഓഫ് പെയിൻ. സാധാരണ നിങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ ഏത് ഡ്രഗാണ് എടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു തലവേദന വരുവാണ്, നിങ്ങൾ യൂഷ്വലി കോമൺലി കൺസ്യൂം ചെയ്യുന്ന ഒരു ഡ്രഗാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഡ്രഗാണ് പാരസെറ്റമോൾ അല്ലെ? വൈ എല്ലാവരും എന്തുകൊണ്ടാണ് പാരസെറ്റമോൾ യൂസ് ചെയ്യുന്നത്? സൈഡ് എഫക്ട്സ് അല്ലാതെ നിങ്ങൾക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പെയിൻ എങ്ങനെ കുറയുന്നു? പാരസെറ്റമോൾ കഴിച്ചാൽ പെയിൻ കുറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്?
ഇതിനകത്തുള്ള എന്തോ ഒന്നിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് എന്ത് പാരസിറ്റമോൾ ആക്ട് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു NSAID ബ്രൂഫിനൊക്കെ കഴിക്കില്ല ചിലർക്ക് ഭയങ്കര പല്ലുവേദനയൊക്കെ NSAIDs യൂസ് ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾ COX-1 ആൻഡ് COX-2 കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കോക്സൈസ് ഇൻഹിബിറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? പാരസിറ്റമോൾ എപ്പോഴും ഒരു കോക്സൈസ് ഇൻഹിബിറ്റർ ആണ്, COX-2 ഇൻഹിബിറ്റർ ആണ്. COX-2 ഇൻഹിബിറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രോസ്റ്റഗ്ലാൻഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രോസ്റ്റഗ്ലാൻഡിന്റെ സിന്തസിസ് ആണ് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതായത് പെയിൻ. അപ്പം ഈ പാരസിറ്റമോൾ കഴിക്കുമ്പോൾ കോക്സൈസ് ഇൻഹിബിറ്റർ എന്ത് ചെയ്യും? പ്രോസ്റ്റഗ്ലാൻഡിൻ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യും. ഇവിടെ വന്നിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്താ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പെയിനെ കുറയും, പെയിനെ പെർസീവ് ചെയ്യാൻ പറ്റാതാവും. അങ്ങനെയാണ് പാരസിറ്റമോൾ എന്ത് ചെയ്യുന്നത്? പെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്. COX-2 ഇൻഹിബിറ്റർ ആണ് കോക്സൈസ് 2 ഇൻഹിബിറ്റേഴ്സ്. സൈക്ലോക്സിജനൈസ് ആണ് ശരിക്കും കോക്സ് എന്ന് പറയാം. സൈക്ലോക്സിജനൈസ് 2 COX-2 ഇൻഹിബിറ്റർ. ഓക്കെ, COX-1 ബേസിക്കലി COX-1 ഉള്ളത് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. ബേസിക്കലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റെസ്പിറേറ്ററി ആണ്. COX-2 പെയിനിലാണ്, സെൻസറി ആണ്. അപ്പം പ്രോസ്റ്റഗ്ലാൻഡിൻ സിന്തസിസിനെ പ്രിവെന്റ് ചെയ്തിട്ട് പെയിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ബ്രാഡികൈനേസ്, അസറ്റൈൽ കൊളൈൻ, സിറോട്ടോണിൻ, പ്രോസ്റ്റഗ്ലാൻഡിൻ, ഹിസ്റ്റമിൻ. ഇതൊക്കെ ഒരു കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ്. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിലൊക്കെ നമ്മൾ എപ്പോഴും റിലീസ് ഓഫ് പാത്തോഫിസിയോളജിയിൽ എപ്പോഴും പറയും റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. അപ്പൊ ഈ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോഴാണ് എന്താണ് അവിടെ പെയിൻ ഉണ്ടാകുന്നത്. 5 കാർഡിനൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷനിലെ പെയിൻ ഉണ്ട്. എങ്ങനെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്? ഈ റിലീസ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് കാരണമാണ് പെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, പാരസിറ്റമോൾ എന്ത് ടൈപ്പാണ്? പ്രോസ്റ്റഗ്ലാൻഡിനെയാണ്. കോമൺലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോക്സൈസ് 2 ഇൻഹിബിറ്റർ. ഓക്കെ, ഇപ്പൊ പ്രോസ്റ്റഗ്ലാൻഡിൻ, സിറോട്ടോണിൻ ഇതൊക്കെ പെയിൻ ഇൻഡ്യൂസേഴ്സ് ആണ്. എൻഡോർഫിൻ ആൻഡ് എൻകിഫാലിൻ ഇത് ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് പെയിൻ ഇൻഹിബിറ്റർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? ഓക്കെ, 2018 നിമ്മാൻസിന്റെ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവിടുന്ന് 3 തന്നു, ഈ എൻഡോർഫിനും തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ പെയിൻ ഇൻഹിബിറ്റർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? അതിന്റെ ഉത്തരം ഇതാണ്. ബാക്കിയെല്ലാം എന്താണ്? പെയിൻ ഇൻഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഹൈപ്പർപാത്തിയ is most commonly associated with acute inflammatory pain, neuropathic pain, visceral pain, psychogenic pain. ഇവിടെ ഉള്ളത് പാത്തിയ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ എന്താണ് പാത്തിയ? അബ്നോർമൽ പെയിനാണ് അല്ലെ? ന്യൂറോപ്പതിക് ഉണ്ട് അല്ലെ? ഇപ്പൊ ഏകദേശം അബ്നോർമൽ ആയിട്ട് ഇൻക്രീസ്ഡ് പെയിൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് ന്യൂറോൺസിന് ഇഞ്ചുറി പറ്റുമ്പോഴാണ് കൂടുതലായിട്ട് പെയിൻ പെർസീവ് ചെയ്യപ്പെടുന്നത്. അതിനാണ് ന്യൂറോപ്പതിക് പെയിൻ എന്ന് പറയുന്നത്. വിസറൽ എപ്പോഴും ഇന്റേണൽ ഓർഗൻസ് ആണ്. സൈക്കോജനിക് എപ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇൻഫ്ലമേറ്ററി മെയിൻലി ഡ്യൂ ടു ഇൻഫ്ലമേറ്ററി ടെൻഡൻസ് ആണ്. അപ്പൊ എന്തായാലും നോട്ട് എക്സാജറേറ്റഡ് പെയിൻ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം ന്യൂറോപ്പതിക് പെയിൻ ആണ്. ഓക്കെ, the same. എന്താണ് ഹൈപ്പർപാത്തിയ? Hyperpathia is best defined as pain due to normally non-painful stimulus, greatly exaggerated pain response to mild and repeated nociceptive stimuli, absence of pain sensation, pain limited to peripheral tissues. ഇതിന്റെ ഉത്തരം എന്താണ്? ഹൈപ്പർ ആണ്. ഇപ്പൊ ഈ വേർഡ് ഇതിൽ ഹൈപ്പറിനെ ഡിറ്റക്ട് ചെയ്യുന്ന എന്താണുള്ളത്? Exaggerated. അതാ, ഗ്രേറ്റ്ലി എക്സാജറേറ്റഡ് ആയിട്ടുള്ള പെയിൻ റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർപാത്തിയ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പെയിൻ ഡ്യൂ ടു നോൺ പെയിൻഫുൾ സ്റ്റിമുലസിന് എന്താ പറയാ? ഈ ഒരു ഇതിന് എന്താണ് ഇത്? അലോഡൈനിയ. ഓക്കെ, ഇത് സാധാരണ ചോദിക്കാത്തൊരു ചോദ്യമാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് ആദ്യം എന്ത് ഒരു പെയിനിന്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? അതിന്റെ ക്യാരക്ടറാണ്. ഈ ഒരു നിമോണിക്സ് ഓർത്ത് വെക്കുക. കോൾഡ് സ്പാ പലതരത്തിലുള്ള നിമോണിക്സ് ഉണ്ട്. ഇപ്പൊ ക്യാരക്ടർ, ഓൺസെറ്റ്, ലൊക്കേഷൻ, ഡ്യൂറേഷൻ, സിവിയറിറ്റി, പാറ്റേൺ ആൻഡ് അസോസിയേറ്റഡ് ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളിൽ
നമ്മളൊരു പേഷ്യന്റിനെ അല്ലെങ്കിൽ പെയിനിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുവാണെങ്കിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഒരു നേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഇതിനകത്ത്. അപ്പോൾ സാധാരണ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു പെയിൻ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ താഴെ പറയുന്നതിൽ എന്താണ് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ക്യാരക്ടർ ഉണ്ടാവും, വേറെ തരത്തിൽ പെയിനെ ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം. ഇത് സാധാരണ ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ പെയിൻ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അതിന്റെ ക്യാരക്ടർ, ഓൺസെറ്റ്, ലൊക്കേഷൻ, ഡ്യൂറേഷൻ, സിവിയറിറ്റി, പാറ്റേൺ, അസോസിയേറ്റഡ് ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി ഉത്തരം. ഓക്കെ, ഇതിനകത്ത് സാധാരണ അങ്ങനെ MCQ ചോദിക്കാറില്ല. ഒരു തവണ ഇത് ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എയിംസ് മംഗളഗിരിയുടെ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റിൽ ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യമാണ് പെയിൻ എക്സ്പ്ലോറേഷൻ ഡ്യൂറിങ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ്. ഓക്കെ, എങ്ങനെയാണ് പെയിൻ അസസ്മെന്റ് നടത്തുക? നിങ്ങൾക്ക് പെയിൻ അസസ്മെന്റ് ആണ് നെക്സ്റ്റ് അതിനായിട്ടുള്ള ആദ്യത്തെ ഒരു ചോദ്യത്തിന് തുടങ്ങാം. അപ്പോൾ ദ മെക്കിൽ പെയിൻസ് ക്വസ്റ്റ്യനർ ഈസ് ക്ലാസിഫൈഡ് ആസ് യൂണിഡയമെൻഷണൽ പെയിൻ സ്കെയിൽ, ബിഹേവിയറൽ പെയിൻ സ്കെയിൽ, മൾട്ടി ഡയമെൻഷണൽ പെയിൻ സ്കെയിൽ, ഫിസിയോളജിക്കൽ പെയിൻ സ്കെയിൽ. ഈ ഒരു പെയിൻ സ്കെയിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മെക്കിൽ പെയിൻസ് ക്വസ്റ്റ്യനർ ഇല്ലാന്ന് തോന്നുന്നു. എന്തായിരിക്കും യൂണി ഡയമെൻഷണൽ ആയിട്ടുള്ള പെയിൻ സ്കെയിൽ? നിങ്ങൾക്ക് അറിയുന്ന ഒരു പെയിൻ സ്കെയിലിനെ പറ്റി പറയാമോ? സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് ഇത് അല്ലെ, ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയില്, വിഷ്വൽ അനലോഗ് സ്കെയില്. വേറെ ഏതെങ്കിലും പെയിൻ സ്കെയിൽ അറിയോ? സാധാരണ നമ്മള് കുട്ടികളിൽ ഇതുണ്ട്, FLACC അല്ലെ, ഫ്ലാഗ് സ്കെയിൽ, ഫേസ്, ലെഗ്സ്, ആംസ്, ക്രൈ, അതൊക്കെ. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് രണ്ട് യൂണി ഡയമെൻഷണൽ ആണ്. ഒന്ന് പെയിന്റെ പെർസെപ്ഷനെ കുറിച്ച് നമ്പർ ഉപയോഗിച്ച് റേറ്റ് ചെയ്യുന്നു, ഒന്ന് നിങ്ങൾ പേഷ്യന്റ് എക്സ്പ്രഷൻ നോക്കി റേറ്റ് ചെയ്യുന്നു. അത് യൂണി ഡയമെൻഷണൽ ആണ്. ഓക്കെ, ബിഹേവിയർ എപ്പോഴും ബിഹേവിയർ ചേഞ്ചസ് ഇല്ല, എപ്പോഴും ഫേഷ്യൽ എക്സ്പ്രഷൻ, മൂവ്മെന്റ്, അതൊക്കെയാണ് നോക്കുക. മൾട്ടി ഡയമെൻഷണൽ പെയിൻ സ്കെയിൽ ബേസിക്കലി മെക്കിൽ ഈസ് മൾട്ടി ഡയമെൻഷണൽ ക്വസ്റ്റ്യൻസ്, മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പെയിൻ സ്കെയിൽ ആണ് മെക്കിൽ പെയിൻ സ്ക്വയർ. ഓക്കെ, ഓൺലി ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതായത് വൈറ്റൽ സയൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മാത്രമാണ് ഫിസിയോളജിക്കൽ പെയിൻ സ്കെയിൽ. അപ്പൊ മൾട്ടി ഡയമെൻഷണൽ പെയിൻ സ്കെയിൽ ആണ് മെക്കിൽ എന്ന് പറയുന്നത്. മെക്കിൽ നമ്മൾ സെൻസറി ആയി, ശരിക്കും മെക്കില് SAE ആണ് മെക്കിലുള്ളത്. അതായത് സെൻസറി, എഫക്റ്റീവ് ആൻഡ് ഇവാലുവേറ്റീവ് എന്ന് പറയുന്ന ഈ 3 ടേംസ് ആണ് എന്തുള്ള മെക്കില് പെയിൻ ക്വസ്റ്റ്യനർ ഉള്ളത്. സെൻസറി ആയിട്ടുള്ള വെദർ ഷാർപ്പ് ആണോ, ബേണിംഗ് ആയിട്ടുള്ള, അല്ലെ ത്രോബിങ് ഹെഡേക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് സെൻസറി ആയിട്ട്. എങ്ങനെ സെൻസറി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ എഫക്റ്റീവ് ആയിട്ട് ടയറിങ് ആയിട്ട്, പേടി തോന്നും ഭയങ്കരമായിട്ട്, ഫിയർഫുൾ ആണ് പെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. എഫക്റ്റീവ് ആയിട്ട് എഫക്ട് എന്താണോ നമുക്ക് തോന്നുന്നത്. ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് ഓവറോൾ ഇന്റൻസിറ്റി, ആ പേഷ്യന്റ് ആ പെയിൻ ഓവറോൾ ഇന്റൻസിറ്റി ചോദിക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ടാവും ഇവാലുവേറ്റീവ് ആയിട്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് മൾട്ടി ഡയമെൻഷണൽ പെയിൻ സ്കെയിൽ. ഓക്കെ, അപ്പം മെക്കിൽ അതിനാണ് ഉപയോഗിക്കുന്നത്, മൾട്ടി ഡയമെൻഷണൽ പെയിൻ സ്കെയിൽ. ഓക്കെ, സോ ഇത് അതേ സെയിം ചോദ്യം. വിച്ച് കമ്പോണന്റ് ഓഫ് പെയിൻ ഈസ് അസസ്ഡ് ബൈ വേർഡ്സ് ലൈക്ക് ബേണിംഗ് ആൻഡ് ത്രോബിംഗ്? സെയിം ആണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? ബേണിംഗ് ആണ്. എനിക്ക് തോന്നുകയാണ് ചൂട് പോലെ തോന്നുന്നുണ്ട്, ഭയങ്കര ത്രോബിംഗ് ആയിട്ട് കുത്തുന്ന വേദനയാണ്, സെൻസറി ആണ്. ഓക്കെ, എഫക്റ്റീവ് റിലേറ്റഡ് ടു ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിനെയാണ്, കൊഗ്നിറ്റീവ് അല്ല. കൊഗ്നിറ്റീവ് ഒരു തോട്ട് മാത്രമാണ്, അതുകൊണ്ട് കൊഗ്നിറ്റീവ് ഒട്ടും അല്ല. ഓക്കെ, ഉത്തരം മീൻസ് സെൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇവാലുവേറ്റീവ് വേർഡ്സ് ഇൻ ദ മെക്കിൽ പെയിൻ ക്വസ്റ്റ്യനെയർ മെയിൻലി ഡിസ്ക്രൈബ്. ഇവാലുവേറ്റീവ് ആയിട്ട് എന്താണ് ഇവാലുവേറ്റീവ് ആയിട്ട് വേർഡ്സ് ചെയ്യുന്നത്? ലൊക്കേഷൻ ഓഫ് പെയിൻ ആണോ, കോസ് ഓഫ് പെയിൻ ആണോ, സബ്ജക്റ്റീവ് ഇന്റൻസിറ്റി ഓഫ് പെയിൻ ആണോ, ഡ്യൂറേഷൻ ഓഫ് പെയിൻ ആണോ? ലാസ്റ്റ് ഇ എന്താണ്? ഓവറോൾ ഇന്റൻസിറ്റി ഓഫ് പെയിൻ ആണ്. ഓക്കെ, ഇപ്പോ ആൻസർ ഈസ് സബ്ജക്റ്റീവ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ,
വെരി സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച് വന്ന ഒരു ഓവറോൾ സിംഗിൾ നക്ഷലാണ്, സിംഗിൾ ഡയമെൻഷണൽ ആയിട്ടുള്ള സ്കെയിൽ ഏതൊക്കെയാണ്? ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലാണ്, വിഷ്വൽ അനലോഗ് സ്കെയിൽ. മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആണ്, കോമൺലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ബാക്കി എല്ലാ റേറ്റിംഗ് സ്കെയിലും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. അഡൽട്ടിലെ മെഗ്ഗിൽ ക്വസ്റ്റ്യനെയർ. പീഡിയാട്രിക്കിൽ ഒത്തിരി വേറെയുണ്ട്. നിയോനാറ്റൽ ആയിട്ട് സെപ്പറേറ്റ് ഉണ്ട്, ഇൻഫന്റിന് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനെയർ. അപ്പോൾ അഡൽട്ടിലുള്ള ഒരു മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെഗ്ഗിൽ ക്വസ്റ്റ്യനെയർ. മൾട്ടി ഡയമെൻഷണൽ ആണ്. ഏതാണ്? ഫ്ലാറ്റ് സ്കെയിൽ. ഫ്ലാഗ് സ്കെയിൽ ആവും. ഇതാണോ? ഇത് പീഡിയാട്രിക്കിലേക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബേസിക്കലി. നമ്മൾ അഡൽട്ടിൽ സംസാരിച്ചപ്പോൾ ഉള്ളതാണ്. ഇത് മൾട്ടി ഡയമെൻഷണൽ ആണ്. ഇതിനകത്ത് ഫേഷ്യൽ, ലെഗ്സ്, ക്രൈ ഒക്കെ വരുന്നത്, ആക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അഡൽട്ടിലെ ഒരു സിംഗിൾ ഡയമെൻഷനിൽ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ആ മെഗ്ഗിൽ ക്വസ്റ്റ്യനെയറിന്റെ. ഇത് ഒത്തിരി പേജസ് ഉണ്ട്. ഒരു ഷോർട്ട് ക്വസ്റ്റ്യനെയർ ഞാൻ കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇപ്പൊ അടുത്തൊരു സ്കെയിലിനെ പറ്റി പറയാണ്, ബിഹേവിയറൽ പെയിൻ സ്കെയിൽ. ഈ സ്കെയിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബിഹേവിയറൽ പെയിൻ സ്കെയിൽ. നമ്മൾ പീഡിയാട്രിക്കില് ഇതിനകത്ത് ഇപ്പം കോമൺലി ഏത് പേഷ്യന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? പറയാൻ പറ്റുമോ? പീഡിയാട്രിക്കിനാണോ? അതോ കോൺഷ്യസ് പേഷ്യൻസിനാണോ? അല്ലെങ്കിൽ ഇൻക്യുബേറ്റഡ് ICU പേഷ്യൻസിനാണോ? ഏതാണ്? Pediatric patients. പീഡിയാട്രിക് ആണോ? ഡിമെൻഷ്യക്ക് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് പെയിനാർഡ് സ്കെയിൽ. ഓക്കെ, ഓർത്ത് വെക്കുക, പെയിനാർഡ് സ്കെയിൽ. ഇത് പീഡിയാട്രിക്കിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന FLACC സ്കെയിലാണ്. കോൺഷ്യസ് വാർഡ് പേഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ, വിഷ്വൽ അനലോഗ് സ്കെയിൽ ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ എപ്പോഴും ഇൻക്യുബേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, ICU പേഷ്യൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ പെയിൻ സ്കെയിൽസ്. ഓക്കെ, ഡിമെൻഷ്യക്ക് യൂസ് ചെയ്യുന്ന പെയിൻ സ്കെയിലിന്റെ പേരാണ് പെയിനാർഡ് എന്നുള്ള, അതായത് അഡ്വാൻസ്ഡ് ഡിമെൻഷ്യ എന്നുള്ളതാണ്. പെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഡിമെൻഷ്യ, അതാണ് പെയിനാർഡ് സ്കെയിൽ. ഓക്കെ, സോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ which component is not included in the behavioral pain scale? ഓക്കെ, എന്താണ് ബിഹേവിയറൽ പെയിൻ സ്കെയിൽ എന്നുള്ളതാണ്. ബിഹേവിയറൽ പെയിൻ സ്കെയിലിൽ 3 കമ്പോണന്റ് ഉണ്ട്. ആ 3 കമ്പോണന്റ് ഇതിനകത്ത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, അപ്പർ ലിം മൂവ്മെന്റ് ഉണ്ട്, കംപ്ലൈൻസ് വിത്ത് വെന്റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇല്ലാത്തത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്നില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, അപ്പർ ലിം മൂവ്മെന്റ് ഉണ്ട്, കംപ്ലൈൻസ് വിത്ത് വെന്റിലേഷൻ. ദീസ് ആർ ദി മൂന്ന് കമ്പോണന്റ് ആണ് എന്തിന്റെ ബിഹേവിയറൽ പെയിൻ സ്കെയിലിന്റെ. ഓക്കെ, സോ എമംഗ് ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ്. ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നിരിക്കുന്ന സെൻസറി, അഫറന്റ്, ഇവാലുവേറ്റീവ് ആൻഡ് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ മെഗ്ഗിൽ ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? സെയിം, ഫിസിയോളജിക്കൽ. ഓക്കെ, ഓർത്തു വരിക. അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. ആൻസർ ഈസ് ഡി. ഇതിന്റെ ഉത്തരം പറയാമോ? ഇപ്പൊ പറഞ്ഞോ. പെയിനാർഡ് സ്കെയിൽ ഈസ് ബെസ്റ്റ് യൂസ്ഡ് ഫോർ പെയിൻ അസസ്മെന്റ് ഇൻ പേഷ്യന്റ് അഡ്വാൻസ്ഡ് ഡിമെൻഷ്യ. ഓക്കെ, ക്ലിയർ? Okay, so which pain scale is most appropriate non-verbal patient, adult patient in the ICU? ഏതാണ് ഉത്തരം? പറയാമോ? നോൺ വെർബൽ പെയിൻ സ്കെയിൽ. ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ സ്കെയിലില് പേഷ്യന്റ് സെഡേറ്റഡ് ആണെങ്കിൽ പറ്റില്ല. ICUലുള്ള മിക്ക പേഷ്യന്റും ഒന്നെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഡിഫൻസ്
ആൻഡ് വെറ്ററൻസ് പെയിൻ റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ ഇത് കോമൺലി അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇത്. ഇതെന്താണ് നോൺ വെർബൽ പെയിൻ സ്കെയിലാണ്. നോൺ വെർബൽ പെയിൻ സ്കെയിലാണ് NBPS എന്ന് പറയുന്നത്. അപ്പം കോമൺലി നോൺ വെർബൽ ആയിട്ടുള്ള അഡൽട്ട് പേഷ്യന്റ് യൂസ് ചെയ്യുന്ന പെയിൻ സ്കെയിലാണ് NBPS അല്ലെങ്കിൽ നോൺ വെർബൽ പെയിൻ സ്കെയിൽ. ഓക്കെ, ഇത് വേറെ ഒരാണ് ക്രിട്ടിക്കൽ കെയർ ഒബ്സർവേഷൻ ടൂൾ. ഓക്കെ, ഇതാണ് ഫ്ലാഗ് സ്കെയിൽ. ചിൽഡ്രൻസിൽ യൂസ് ചെയ്യുന്ന ഫ്ലാഗ് സ്കെയിൽ. ഫേസ്, ലെഗ്സ്, ആക്ടിവിറ്റി, ക്രൈ ആൻഡ് കൺസോളബിലിറ്റി പേഷ്യന്റ്. അപ്പം ഇത് ഈ ചിൽഡ്രൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഫ്ലാഗ് സ്കെയിൽ. So which pain assessment scale is most appropriate for both pain and sedation assessment in neonates? ഇതെല്ലാം അബ്രിവേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഗസ് ഓപ്ഷൻ നടത്താം. പെയിൻ ആൻഡ് സെഡേഷൻ ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ പെയിൻ ആൻഡ് സെഡേഷൻ സ്കെയിൽ ഇടുകയാണെങ്കിൽ ഇപ്പൊ എന്തായി? PA NPAS. ഉത്തരം C ആണ്. നിയോനാറ്റൽ പെയിൻ അജിറ്റേഷൻ ആൻഡ് സെഡേഷൻ സ്കെയിൽ. ഓക്കെ, NIPS എന്ന് പറയുന്നത് നിയോനാറ്റൽ ഇൻഫന്റ് പെയിൻ സ്കെയിൽ ആണ്. എന്നാൽ ഇത് NFCS എന്ന് പറയുന്നത് നിയോനാറ്റൽ ഫേഷ്യൽ കോഡിംഗ് സിസ്റ്റം ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ കോഡിംഗ് ആണ്. ക്രൈസ് എന്ന് പറയുന്നത് ക്രൈ, റിക്വേഴ്സ്, ഓക്സിജൻ. I is increase in vital signs. E is expression. S is sleeplessness. Okay, cries എന്നാണ് ഇതിന് പറയാ. ക്രൈയിങ് ആണ്. ഒന്ന് ക്രൈയിങ്, ഒന്ന് റിക്വേഴ്സ് ഓക്സിജൻ. I is increased vital sciences. Then E is expression. Then S is sleeplessness. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇത് യൂഷ്വലി പോസ്റ്റ് ഓപ്പറേറ്റീവ് നിയോനൈറ്റ്സിന് യൂസ് ചെയ്യുന്നതാണ് ക്രൈസ്. ഓക്കെ, 2 ഇൻഫന്റിനാണ് യൂസ് ചെയ്യുന്നത്. നിയോനാറ്റൽ ഇൻഫന്റ് പെയിൻ സ്കെയിലും NFCS, നിയോനാറ്റൽ ഫേഷ്യൽ കോഡിംഗ് സിസ്റ്റം. ഓക്കെ, ഇതാണ് NPASന്റെ ഒരു ടൂളാണ്. സെഡേഷനിൽ പെയിൻ, അജിറ്റേഷൻ, നോർമലും. അതിനകത്ത് -2, -1 ഉണ്ട്, 1 and 2 ഉണ്ട്. അപ്പം ഓരോന്നും നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് നമ്മൾ പെയിൻ ഡിറ്റക്ട് ചെയ്യും എത്രയാണ്. ഓക്കെ, ഇപ്പോൾ പേഷ്യന്റ് റാപ്പിഡ് റിവിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കാൺ ടോക്ക് ആണെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിലിൽ ക്യാൻ ടോക്ക് ആണ്. ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ വാസ് ഡിഫൻസ് വെറ്ററൻ പെയിൻ റേറ്റിംഗ് സ്കെയിൽ. ICUലാണെങ്കിൽ പേഷ്യന്റ് ആണെങ്കിൽ BPS അല്ലെങ്കിൽ CPOD ക്രിട്ടിക്കൽ കെയർ ഇതാണ്. നോൺ വെർബൽ അഡൽട്ട് ആണ് NBPS. അഡ്വാൻസ് ഡിമെൻഷ്യയിലാണെങ്കിൽ പെയിൻ ആണ്. ഓക്കെ, ഇപ്പൊ പെയിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാണ്. പെയിൻ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഏതായിരിക്കും ഫസ്റ്റ് ഡ്രഗ് കൊടുക്കുക. സാധാരണ ഒരു പെയിൻ വരുമ്പോൾ WHO ലാഡറിനെ വെച്ച് നോക്കുക. നമ്മൾ ആദ്യം അതിന് പോകുന്ന നോൺ ഒപ്പിയോയിഡ്, വീക്ക് ഒപ്പിയോയിഡ്, സ്ട്രോങ് ഒപ്പിയോയിഡ്. അതൊരു ആക്ച്വലി ഒരു ട്രയാങ്കിൾ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സ്ട്രോങ് ഒപ്പിയോയിഡ്. മോർഫിനൊക്കെ വരുന്നത് ഇവിടെയാണ് സ്ട്രോങ് ഒപ്പിയോയിഡ്. ഇവിടെ വീക്ക് ഒപ്പിയോയിഡ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ട്രമഡോൾ, അല്ലെ? ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന നോൺ ഒപ്പിയോയിഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാ പറയാ ആദ്യം പെയിന്. അങ്ങനത്തെയാണ് NSAIDs, പാരസെറ്റമോൾസ്, ബ്രൂഫൻ, ഡൈക്ലോഫിനാക്ക്. ഇതൊക്കെയാണ് നോൺ ഒപ്പിയോയിഡ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം പാരസെറ്റമോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? COX-2 ആണ്. എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? പ്രോസ്റ്റഗ്ലാൻഡിൻ ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ട്രമഡോളിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് പേഷ്യന്റ് ട്രമഡോൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഫസ്റ്റ് ട്രമഡോൾ എഴുതി ഒരു 50 milligram എഴുതി IV കൊടുക്കാൻ. പേഷ്യന്റ് ഈസ് ഹാവിംഗ് സിവിയർ പെയിൻ. എന്താണ് നിങ്ങൾ ആദ്യത്തെ ആസ് എ നഴ്സസ് റെസ്പോൺസിബിലിറ്റി? ടെസ്റ്റ് ഡോസ്. ട്രമഡോൾ യൂഷ്വലി ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. അതല്ലാതെ എമിസെറ്റ് വെരി ഗുഡ്. നമ്മളെപ്പോഴും ട്രമഡോൾ കൊടുക്കുന്നതിന് മുന്നേ യൂഷ്വലി എമിസെറ്റ് ഒരു 4 mg ഒരു പ്രയർ ആയിട്ട് കൊടുത്തിരിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ്? വോമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യും? വോമിറ്റിംഗ് സെന്ററിനെ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെ? വോമിറ്റിംഗ് സെന്റർ യൂഷ്വലി ഏതാണ് വോമിറ്റിംഗ് സെന്റർ?
മെഡുല്ലയാണോ? മെഡുല്ല ആണോ എന്നാണോ? പറയോ വോമിറ്റിംഗ് സെന്റർ ഏതാണ്? കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? മെഡുല്ലയിലാണ്. കറക്റ്റ് ആണ്, മെഡുല്ല. മെഡുല്ലയിൽ നിങ്ങൾ CTZ സോൺ എന്ന് കേട്ടിട്ടുണ്ടോ? CTZ സോൺ. ഓക്കെ, CTZ എന്ന് പറയുന്നത് കീമോ റിസപ്റ്റർ ട്രിഗറിംഗ് സോൺ. കീമോ റിസപ്റ്റർ ട്രിഗറിംഗ് സോൺ. ഓക്കെ, ഇത് ബ്രെയിനിലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലെ ഒരു ഏരിയ ആണ് CTZ സോൺ. ഈ CTZ സോണിന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്ന പേഷ്യന്റ് ടെൻഡൻസി ടു വൊമിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയനെ പറയുന്ന വേറൊരു പേരാണ് ഏരിയ ഓഫ് പോസ്ട്രമ. ഏരിയ ഓഫ് പോസ്ട്രമ കേട്ടിട്ടുണ്ടോ? ഏരിയ ഓഫ് പോസ്ട്രമ. ഓക്കെ, ഇതൊരു ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ട്രമഡോൾ കൊടുക്കുന്ന പേഷ്യന്റിന് എന്തുകൊണ്ട് വൊമിറ്റിംഗ് ഉണ്ടാവുന്നു, ഏത് ഏരിയ ആണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് വൊമിറ്റിംഗ് ഉണ്ടാവുന്നത്, ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇപ്പൊ ഏരിയ ഓഫ് പോസ്ട്രമയാണ്, CTZ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് പെയിന്റെ മാനേജ്മെന്റ് ആണ്. പെയിൻ മാനേജ്മെന്റിൽ ട്രമഡോൾ ഒരു വീക്ക് ഒപ്പിയോഡ് ആണ്. വീക്ക് ഒപ്പിയോഡ് കൊടുക്കുമ്പോൾ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ പ്ലസ് വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. വൊമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CTZ സോണിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുമ്പോൾ അവിടെ വൊമിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആന്റി എമറ്റിക് ഡ്രഗ് പ്രയർ ആയിട്ട് ട്രമഡോൾ കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഏരിയനെ കോമൺലി വിളിക്കുന്ന പേരാണ് ഏരിയ ഓഫ് പോസ്ട്രം. ഓക്കെ, ഒപ്പിയോഡ് കൊടുക്കുകയാണെങ്കിൽ, മോർഫിൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ്. ഓക്കെ, സെഡേഷൻ ഇൻഡ്യൂസ് ചെയ്യും പ്ലസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും അല്ലെ. കൺട്രോൾഡ് ആയിട്ട് മാത്രമേ നമുക്ക് മോർഫിൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നിരിക്കുന്നത് ഈ ഒരു ഇതാണ്, സ്ട്രോങ് ഒപ്പിയോഡ്, വീക്ക് ഒപ്പിയോഡ് ആൻഡ് നോൺ ഒപ്പിയോഡ്. എങ്ങനെയാണ് അതിന്റെ ഒരു WHO ട്രയാഡ് അല്ലെങ്കിൽ ലാഡർ ഓഫ് പെയിൻ മാനേജ്മെന്റ്. ഓക്കെ, ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? NSAIDs റെഡ്യൂസ് ദ പെയിൻ പ്രൈമർലി ബൈ ഇൻഹിബിറ്റിംഗ്. എനിക്കൊന്ന് 1.5 hour ആയി. ഒരു 2-3 സ്ലൈഡ് കൂടി കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, B. സൈക്ലോക്സിജനൈസ്. ഓക്കെ, ഹിസ്റ്റമിൻ അല്ല, ലിപ്പോക്സിജനൈസ് അല്ല, ബിക്കോസ് അതൊക്കെ ല്യൂക്കോട്രിൻസ് ആണ് ബേസിക്കലി. ഓക്കെ, ഫോസ്ഫോലിപ്പേസ് ഒക്കെ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. ഹിസ്റ്റമിൻ എപ്പോഴാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? Allergic response. ആന്റി ഹിസ്റ്റമിൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അലർജിയാണ്. അപ്പം ഇതിനകത്ത് പെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് സൈക്ലോക്സിജനൈസ് ആണുള്ളത്. ഓക്കെ ഓക്കെ, സെൽകോക്സിബ് അല്ലെങ്കിൽ സെലിബ്രിക്സ് സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ്സ്. ഇതൊരു റീസെന്റ് ന്യൂവർ ഡ്രഗ് ആണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ എടുത്തിട്ടത്. സെൽകോക്സിബ് എന്തായിരിക്കും? പെയിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് COX-1 മെയിൻ ആയിട്ട് എവിടെയോ കാണാന്ന്. ബേസിക്കലി ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ടിഷ്യൂസിൽ കാണുന്ന ഒരു ഇതാണ് COX-1. അപ്പൊ ഉത്തരം എപ്പോഴും സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ്സ് ദി COX-2 ആണ്. COX-2. ഓക്കെ, ഇത് പെയിന് കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് കേട്ടോ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂറോപ്പതിക് അല്ലെങ്കിൽ ഷാർപ്പ് പെയിനും ഡൾ പെയിനും ഒക്കെ നമ്മൾ സർജിക്കലി ഇന്റർവ്യൂൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ കോഡോട്ടമി എന്ന് പറയുന്നത് എന്താണ്? കോഡോട്ടമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കും. ഇവരിങ്ങനെ ഒരു പോർഷൻ ഓഫ് സ്പൈനൽ കോഡാണ്. എസ്പെഷ്യലി എപ്പോഴും കൊടുക്കുന്നത് ലാറ്ററൽ ആണ്. ലാറ്ററൽ സ്പൈനോ തലാമിക് ട്രാക്ട് ആണ്. പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ കൊടുക്കുന്നതാണ് സ്പൈനോ തലാമിക് ട്രാക്ട്. ഈ സ്പൈനോ തലാമിക് ട്രാക്ടിനെ അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പൊ അതാണ് കോഡോട്ടമി. ഡിവിഷൻ ഓഫ് ദ സെർട്ടൈൻ ട്രാക്ട്സ് ഇൻ ദി സ്പൈനൽ കോഡ്. ട്രാക്ട്സ് ഓഫ് ദി സ്പൈനൽ കോഡ്. ഓക്കെ, നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ട് ഡോർസൽ കോളം, കോർട്ടിക്കോ സ്പൈനൽ, വെസ്റ്റിബുലോ സ്പൈനൽ. ഓക്കെ, ഡോർസൽ കോളം എപ്പോഴും ടച്ച് ആൻഡ് വൈബ്രേഷൻ ആണ്, ഫൈൻ ടച്ച്. ഓക്കെ, സോ ഇതാണ് റിഗാർഡിംഗ് ദ കോഡോട്ടമി. വേറെ റൈസോട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? റൈസോട്ടമി എന്ന് പറയുന്നത് റിസെക്ഷൻ ഓഫ് ദി നെർവ് റൂട്ട് ആണ്. സെൻസറി നെർവ് റൂട്ടിനെ, അതായത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ അറിയാം, സിംഗിൾ ആയിട്ടുള്ള ഒരു ഈവൻ കോഡോട്ടമിൽ നമ്മളൊരു പോർഷൻ ആണ്, ലാറ്ററൽ പോർഷൻ തന്നെ കട്ട് ചെയ്ത് കളയാണ് കോഡിന്റെ. ഇവിടെ എന്താണ്, ഏതാണോ സെൻസറി നെർവ് റൂട്ട് പെയിൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾ റിസെക്ട് ചെയ്ത് കളയും. അതിനാണ് റൈസോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ് റിപ്പോർട്ട്സ് പെയിൻ റിലേറ്റഡ് ടു 8 out of 10
വിച്ച് നഴ്സിംഗ് ആക്ഷൻ ഈസ് ദ പ്രയോറിറ്റി? എന്തായിരിക്കും? ഇത് ചോദിച്ച ചോദ്യമാണ്. Option നോട്ടിഫൈ ചെയ്ത 2013 ചോദിച്ച ചോദ്യമാണ്. administer prescribed analgesic. അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് അനാൽജസിക്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? സി, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ് ആണ്, ഒബ്വിയസ്ലി പെയിൻ എന്തായാലും റിപ്പോർട്ട് ചെയ്യും അല്ലെ? പക്ഷെ ഇവിടെ പേഷ്യന്റ് സിവിയർ പെയിൻ ആണ് ഡിറ്റക്ട് ചെയ്തത്. 8 out of 10 എന്ന് പറഞ്ഞാൽ സിവിയർ എക്സ്ക്രൂഷൻ. നമ്മൾ മൈൽഡ് മോഡറേറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം സിവിയർ പെയിൻ എന്താണ്? നമ്മൾ വീണ്ടും റീഅസസ് ചെയ്യാൻ പോവോ? ഇല്ല. റീഅസസ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും അത് പെയിൻ എക്സ്ക്രൂഷിയേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇമീഡിയറ്റ്ലി എന്തായാലും ഒരു SOS ഒരു ഡ്രഗ് എഴുതിയിട്ടുണ്ടാവും, ഇറസ്പെക്റ്റീവ് ഓഫ് പാരസെറ്റമോൾ 1 gram IV TDS അങ്ങനെ ഏതെങ്കിലും ട്രമഡോൾ 50 mg IV TDS ഒക്കെ എഴുതിയെടുത്തുന്നു. നമ്മൾ SOS എമ്പോൾ ഒരു ഡ്രഗ് അഡീഷണലി അവർ എപ്പോഴും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ് എഴുതും. അപ്പൊ നമ്മളെ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് പറയുന്നത് അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് അനാൽജസിക് എന്നാണ്. ഓക്കെ, വിച്ച് ഇന്റർവെൻഷൻ ബെസ്റ്റ് സപ്പോർട്ട്സ് ദി ഗേറ്റ് കൺട്രോൾ തിയറി ഓഫ് പെയിൻ? ഇതൊന്ന് പറഞ്ഞു. നമ്മൾ ഒരു 1 hour മുമ്പ് പഠിച്ച ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിലുള്ള സെയിം ചോദ്യമാണ്. വിച്ച് ഇന്റർവെൻഷൻ ബെസ്റ്റ് സപ്പോർട്ട് ദ ഗേറ്റ് കൺട്രോൾ തിയറി അപ്ലൈങ് ഐസ് ടു Option C. Rubbing painfully. ഏതാണ്? Option C. ഓപ്ഷൻ Rubbing the painful. സി ആണ്, റബ്ബിംഗ് ദ പെയിൻഫുൾ ഏരിയ. എന്താണ് റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? അത് റബ്ബ് ചെയ്യുമ്പോൾ പറയുന്നത് മസാജ് ചെയ്യുമ്പോൾ ലാർജ് ഡയമീറ്റർ ഫൈബേഴ്സ് ഇന്നർവേറ്റ് ആയിട്ട്, അതായത് എ ബീറ്റ അല്ലെ, എ ബീറ്റ ഇന്നർവേറ്റ് ചെയ്തിട്ട് പെയിൻ റെഡ്യൂസ് ചെയ്യും. അതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, വിച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പേഷ്യന്റ് യൂസിങ് എ PCA പമ്പ്? PCA പമ്പ് അറിയാമായിരിക്കുമല്ലോ അല്ലെ, ICUലൊക്കെ ഉണ്ടാവുന്ന പമ്പാണ്. പേഷ്യന്റ് കൺട്രോൾഡ് അനാൽജീസിയ. നമ്മളവിടെ ഇല്ല, അബ്രോഡ് എംഗ്ലക്സാറിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് യൂഷ്വലി. Family members may press the button. Use PCA only when pain is severe. Only the patient should press the button. Press the button at fixed intervals. Option only patient should press the button. Yes. Correct answer is only the patient should press the button. Because വേറെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് അതിന്റെ ഡോസേജോ അല്ലെങ്കിൽ പേഷ്യന്റിന് എത്രത്തോളം ഇതുള്ളത് അറിയാൻ പറ്റില്ല. അപ്പം അതെന്താവും, മേ ബി അത് ഓവർഡോസ് കാരണമായിട്ട് റെസ്പിറേറ്ററി ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, യൂഷ്വലി നമ്മൾ ഒപ്പിയോയിഡ്സ് ആണ് എപ്പോഴും പേഷ്യന്റ് കൺട്രോൾഡ് അനാൽജസിയിൽ കൊടുക്കുക. ഓക്കെ, യൂസ് ഓൺലി വെൻ പെയിൻ ഈസ് സിവിയർ. നമ്മൾ ഒരിക്കലും പെയിൻ ഇൻ സിവിയർ ആവാൻ വേണ്ടി കാത്തു നിൽക്കില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എ പേഷ്യന്റ് കൺട്രോൾഡ് അനാലിസിസ്. എപ്പോഴാണോ പേഷ്യന്റ് ഒരു പെയിൻ തോന്നുന്നത് അല്ലെങ്കിൽ പെയിൻസ് പെർസീവ് ചെയ്യപ്പെടുന്നത്, അപ്പൊ പേഷ്യന്റിന് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഫിക്സഡ് ഇന്റർവെല്ലായിട്ട് കൊടുക്കുന്നില്ല പേഷ്യന്റ് കൺട്രോൾഡ് അനാൽജീസിയ. ഓക്കെ, PCA ഈസ് നോട്ട് അറ്റ് ഓൾ എ ടൈം ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു ചോദ്യമാണെങ്കിൽ ആഫ്റ്റർ IV ഒപ്പിയോയിഡ് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് ലാഡറിലുള്ള സ്ട്രോങ് ഒപ്പിയോയിഡ് ഡ്രഗ് കൊടുത്തിരിക്കുകയാണ്. വെൻ ഷുഡ് ദ നേഴ്സ് റീഅസസ് ദ പെയിൻ? Immediately after 5 minutes, after 15 to 30 minutes, after 1 hour. എന്തായിരിക്കും? After 15 to 30 minutes. അതെ, ഇമ്മീഡിയറ്റ്ലി അല്ല എന്തിന്റെ ഒരു ഒപ്പിയോയിഡിന്റെ ആക്ഷൻ വരുന്നത്. ആഫ്റ്റർ 5 minutes ആകുമ്പോൾ ടു ഏർലി ആയി പോകും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് എഫക്ട് ആയോ എന്ന് അറിയില്ല. ആഫ്റ്റർ 1 hour ആണെങ്കിൽ ഒത്തിരി ഡിലേ ആയിപ്പോയി. മേ ബി ആ ഒരു ഹാഫ് ലൈഫിന്റെ ആ ഡ്രഗിന്റെ ഹാഫ് ലൈഫ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു 15 to 30 minutesന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് പെയിൻ റീഅസസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ട്രയൽ ക്ലാസ് ആണ്. എനിക്കറിയാം ഞാൻ ഇത്തിരി ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമ്മളെ ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാവുന്ന സ്പീഡ് എനിക്ക് തോന്നുന്നു റെസ്പോൺസ് കാണാത്തപ്പോൾ മേ ബി നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് അറിയില്ല. ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ന്യൂ ആയിരിക്കാം. നമ്മള് ഇന്നത്തെ പഠിച്ച കാര്യങ്ങൾ പെയിനെ കുറിച്ച് പഠിച്ചു. എന്താണ് പെയിൻ, നോസിസെപ്ഷൻ എന്താണ്, പ്ലസ് അതിന്റെ തിയറി, ഗേറ്റ് കൺട്രോൾ തിയറി, ഡയമീറ്റേഴ്സ് ആയിട്ടുള്ള വേരിയസ് ഫൈബേഴ്സ്, നെർവ് ഫൈബേഴ്സ്, പ്ലസ് വേരിയസ് പെയിൻ സ്കെയിൽസ്, പിന്നെ പെയിൻ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു.
ഇപ്പൊ സർജിക്കൽ ഇന്റർവെൻഷൻ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി ഒരു സിമ്പിൾ ടോപ്പിക്കിൽ, ചെറിയൊരു ടോപ്പിക്കിൽ നമ്മൾ എടുത്ത കാര്യങ്ങളാണ് ഇത്രയും. അപ്പം ലാസ്റ്റ്ലി നിങ്ങളോട് പറയുന്നത് സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്. ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ്, ലേണിംഗ്, സ്റ്റഡിങ്, സാക്രിഫൈസ്, മോസ്റ്റ് ഓഫ് ഓൾ ലവ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ലേണിംഗ് ടു ഡു. ഓക്കെ, അപ്പൊ ഇതൊരു പെലെ പറഞ്ഞൊരു കോട്ടാണ്. അപ്പൊ നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് നന്നായി കഷ്ടപ്പെട്ട് പഠിക്കുക. പഠിക്കാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് സക്സസ് ഒന്നുമില്ല. അത് എല്ലാ ലൈഫിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സൈഡാക്കി മാറ്റിവെച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. കറന്റ്ലി നിങ്ങളൊക്കെ നല്ല സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും നല്ല സാലറി ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി തന്നെ നാട്ടിൽ വർക്ക് ചെയ്യാം, വീട്ടിൽ ഡെയിലി വന്നു പോവാം, നൈറ്റ് ഡ്യൂട്ടി എടുക്കണ്ട. കാരണം ഞാനൊക്കെ നൈറ്റ് ഡ്യൂട്ടി എടുത്തതാണ് 10 വർഷം നമ്മൾ ICUലൊക്കെ ഉറങ്ങാണ്ടിരുന്ന് പണിയെടുക്കുമ്പം ആ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് തോന്നും. പക്ഷേ പിന്നീട് നമ്മളെ ബോഡിയൊക്കെ വല്ലാതാവും. വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ പ്രൊഫഷൻ എപ്പോഴും ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമ്പോൾ മാക്സിമം പഠിക്കുക. എന്തായാലും വിങ്സ് ഒക്കെ ആദ്യമേ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഈ 2 ട്രയൽ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വിങ്സ് അക്കാദമിയുടെ കൂടെ മുന്നോട്ട് പഠിച്ചു പോകണോ, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരു മെന്ററായിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒഫീഷ്യൽ ക്ലാസ്സുകൾ ഈ 16-ാം തീയതി തൊട്ട് വിങ്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വിങ്സ് അക്കാദമിയുടെ ഒഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഫീസ്, എങ്ങനെയാണ് ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ, ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടോ എന്നുള്ളതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നല്ലതായിരുന്നു. അപ്പൊ നമ്മളൊരു വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെങ്കിൽ പറയുവാണെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും 1-2 ആൾക്കാർ പറയുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്താണ്, നിങ്ങൾ ഓക്കെ ആണോ ഈ ഒരു മോഡ് ഓഫ് ടീച്ചിങ്, അതോ മോഡ് ഓഫ് ടീച്ചിങ് മാറ്റണോ എന്നുള്ളതാണ്? റിലേറ്റഡ് ആണ് എന്ന് തോന്നുന്നു കണ്ടന്റ് ഇത്തിരി. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ നമ്മൾ ഇച്ചിരി കൂടി ഇൻഡെപ്ത് ആയിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളോട് പിക്ചോറിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്കൊന്നും ഇത്തിരി ഇലാബറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഓക്കെ എന്നാ. അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ നല്ലോണം മെനക്കെട്ട് നല്ലോണം പഠിക്കുക. ഓക്കെ, അത് ആരുടെ കൂടെ ആയാലും, ഇവിടെ ജോയിൻ ചെയ്താലും എവിടെ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ടുള്ള രീതിക്ക് നിങ്ങൾ നന്നായിട്ട് സിലബസ് വെച്ച് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ നന്നായിട്ട് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. മാക്സിമം കറക്കി കുത്താതിരിക്കുക. എക്സാം എഴുതുമ്പോൾ ചോദ്യങ്ങൾ അറിയെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ഓക്കെ, അറിയാത്ത ചോദ്യങ്ങൾക്ക് ഇതായിരിക്കാം എന്നുള്ളത് വിചാരിച്ച് ചിന്തിക്കരുത്, അങ്ങനെ കുത്തിപ്പോകരുത്. കട്ട് ഓഫ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കുറവായിരിക്കും. മനസ്സിലാക്കാം, പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ വളരെ 30, 35, 29 ആയിരിക്കും കട്ട് ഓഫ്. അപ്പം ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പഠിച്ചു പോകാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കോഴ്സിനെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവരുടേതായ കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. Thank you.